മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് പ്രോകാരിയോട്സ് ആൻഡ് യൂകാരിയോട്സ്. ഇതിൽ പ്രോകാരിയോട്സ് എന്താണ്, യൂകാരിയോട്സ് എന്താണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനകത്ത് വരുന്ന ഓർഗാനിസംസ് ഏതൊക്കെയാണ്, അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഇന്നിപ്പം ചെയ്യാൻ പോകുന്നത് നമ്മൾ. അപ്പോൾ നമുക്ക് ആദ്യം ഇതെന്താണ് പ്രോകാരിയോട്സ്, യൂകാരിയോട്സ് എന്ന് പറഞ്ഞാലെന്ന് നോക്കാം. അപ്പം മൈക്രോ ഓർഗാനിസംസ് എല്ലാം വരുന്ന ഗ്രൂപ്പാണ്. മൈക്രോ ഓർഗാനിസംസിനെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് പ്രോകാരിയോട്സ് ആയിട്ടും യൂകാരിയോട്സ് ആയിട്ടും. മൈക്രോ ഓർഗാനിസംസ് എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് കാണുന്ന ഓർഗാനിസംസിനെയാണ് നമ്മൾ മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കാത്ത ഓർഗാനിസം. ആ ഗ്രൂപ്പിനെ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ടാണ് മൈക്രോ ഓർഗാനിസംസിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെന്താണ് പ്രോകാരിയോട്സ്, യൂകാരിയോട്സ്. ഓക്കെ, പ്രോകാരിയോട്സ്. A prokaryotic cell is a primitive type of cell that is characterized by the absence of a nucleus. ഇപ്പോൾ ഒരു പ്രോകാരിയോട്ട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കേണ്ട ഇതാണ്, ഇറ്റ് ഈസ് ഡിവോയിഡ് ഓഫ് ന്യൂക്ലിയസ്, വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത പ്രിമിറ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ഫർദർ മോർ, പ്രോകാരിയോട്സ് ഡു നോട്ട് പൊസസ് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ്. Prokaryotes are exclusively unicellular. അടുത്ത നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോകാരിയോട്സിൻ്റെ ഒരു പോയിൻ്റാണ്, they do not possess membrane bound cellular organelles. Cellular organelles എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോംസ്, ഇതെല്ലാം സെൽ ഓർഗനൽസ് എന്ന് നമ്മൾ പറയുന്നത്. ഇങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള സെൽ ഓർഗനൽസ് ഒന്നുമില്ലാത്ത ഏറ്റവും പ്രിമിറ്റീവായിട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇല്ലാത്ത ഗ്രൂപ്പാണ് പ്രോകാരിയോട്സ് എന്ന് പറയുന്നത്. ദേ ആർ എക്സ്ക്ലൂസീവ്ലി യൂണിസെല്ലുലാർ. ഇനി അടുത്ത് അതിൽ കൂടുതലായിട്ടും അതിനകത്ത് വരുന്ന ഓർഗാനിസംസ് എങ്ങനെയുള്ളതാണ്? യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസ്, സിംഗിൾ സെൽഡ് ആയിട്ട് ഒറ്റ സെല്ല് മാത്രമുള്ള ഓർഗാനിസംസ് ആണ് കൂടുതലും പ്രോകാരിയോട്സിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ യൂകാരിയോട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ സെൽസ് that possess a true nucleus along with the membrane bound organelles. പ്രോകാരിയോട്സിനേക്കാൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാരക്ടർ, വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് പ്രസൻ്റ് ആയിരിക്കും, അതുപോലെ തന്നെ മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസും അതിനകത്ത് പ്രസൻ്റ് ആയിരിക്കും. അങ്ങനെയുള്ള ഗ്രൂപ്പാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. ഇനി യൂകാരിയോട്സ് എന്ന് പറയുമ്പം അതിനകത്ത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും വരുന്നുണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും അതിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇനി ഇതിനെ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എന്തൊക്കെ ഫീച്ചേഴ്സാണ് പ്രോകാരിയോട്സിനകത്തുള്ളത്, എന്തൊക്കെയാണ് യൂകാരിയോട്സിന് വരുന്ന കോമൺ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ദ ടേം പ്രോകാരിയോട്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് പ്രോ മീനിങ് ബിഫോർ ആൻഡ് കാരിയോൺ മീനിങ് കേർണൽ. ഇപ്പം പ്രോകാരിയോട്ട് അത് രണ്ട് വേർഡിൽ നിന്നാണ് അത് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പ്രോ മീൻസ് ബിഫോർ ആൻഡ് കാരിയോൺ മീൻസ് കേർണൽ. ഇങ്ങനെയുള്ള രണ്ട് വേർഡിൽ നിന്നാണ് പ്രോകാരിയോട്ട് എന്ന വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. രണ്ട് ഗ്രീക്ക് വേർഡിൽ നിന്നാണത് ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ടു ബിഫോർ ന്യൂക്ലിയൈ. ബിഫോർ ന്യൂക്ലിയൈ അതാണ് ആ വേർഡിൻ്റെ മീനിങ്. പ്രോകാരിയോട്ട് എന്ന വേർഡിൻ്റെ മീനിങ് അതാണ്, ബിഫോർ ന്യൂക്ലിയസ്. പ്രോകാരിയോട്ടിക് സെൽസ് ആർ കമ്പാരിറ്റീവ്ലി സ്മോളർ, മച്ച് സിംപ്ലർ ദാൻ യൂകാരിയോട്ടിക് സെൽ. നമ്മളൊരു യൂകാരിയോട്ടിക് സെൽ എടുത്തു കഴിഞ്ഞാൽ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ വരുന്നത് യൂകാരിയോട്സിനകത്ത് വരുന്നതാണ്, ബാക്ടീരിയ വരുന്നത് പ്രോകാരിയോട്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ദേ ആർ കമ്പാരിറ്റീവ്ലി യൂകാരിയോട്സിനേക്കാളും സ്മോളർ ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ സെല്ലുലാർ ഓർഗനൈസേഷൻ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ടുള്ള ഓർഗാനിസംസ് ആയിരിക്കും. ദ അതർ ഡിഫൈനിങ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് പ്രോകാരിയോട്ടിക് സെൽ ഈസ് ദാറ്റ് it does not possess membrane bound cell organelle such as a nucleus. membrane bound ആയിട്ടുള്ള ഒരു ഓർഗനൽസും അതിനകത്ത് ഉണ്ടായിരിക്കുകയില്ല. റീപ്രൊഡക്ഷൻ happens through the process of binary fission. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ. റീപ്രൊഡക്ഷൻ ബൈനറി ഫിഷൻ വഴിയാണ്. എന്നാൽ യൂകാരിയോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെക്ഷുവൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്, സെക്ഷുവൽ മെത്തേഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ
കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റീപ്രൊഡക്ഷൻ പ്രോസസ്സാണ് യൂക്കാരിയോട്സിനകത്ത് കാണുന്നത്. പ്രോക്യാരിയോട്സിനായിട്ട് നമ്മളത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോക്യാരിയോട്സിൽ ബൈനറി ഫിഷൻ, ഒരു സെല്ല് രണ്ടായിട്ട് മുറിഞ്ഞ് മൾട്ടിപ്ലൈ ചെയ്യുന്ന രീതിയാണ് പ്രോക്യാരിയോട്സിനകത്ത് കാണുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ബൈനറി ഫിഷൻ. And the pilus is a hair-like appendage found on the external surface of most prokaryotes, and it helps the organism to attach itself to various environment. ഇനി പ്രോക്യാരിയോട്സിനകത്ത് കാണുന്ന വേറൊരു സ്ട്രക്ചറാണ്, ഒരു മെയിനായിട്ടുള്ളൊരു സ്ട്രക്ചറാണ് പൈലസ്. ഒരു ഹെയർ ലൈക്ക് ആയിട്ടുള്ള ഒരു അപ്പൻഡേജ് ആണ്. ഈ ഹെയർ ലൈക്ക് ആയിട്ടുള്ള പൈലസ് പ്രോക്യാരിയോട്സ് യൂസ് ചെയ്യുന്നത് അതിനേതെങ്കിലും ഒരു സർഫസിലേക്ക്, അതൊരു എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഹോസ്റ്റിൻ്റെ സർഫസിലേക്കോ അതിന് വന്ന് അറ്റാച്ച് ചെയ്യാനായിട്ടാണ് ഈ പൈലസ് എന്ന് പറയുന്ന ഹെയർ ലൈക്ക് അപ്പൻഡേജ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ദ പൈലസ് എസെൻഷ്യലി റെസിസ്റ്റ് being flushed, and hence it is also called attachment pili. അതിനെ attachment pili ആണ് കാണുന്നത്. ഇറ്റ് ഈസ് കോമൺലി ഒബ്സർവ്ഡ് ഇൻ ബാക്ടീരിയയിലാണ് മെയിൻ ആയിട്ടും ഈ പൈലസ് കാണുന്നത്. റൈറ്റ് ബിലോ ദ പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ലൈസ് ദ സെൽ വോൾ വിച്ച് പ്രൊവൈഡ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ സെൽ. ഇനി ഏറ്റവും സർഫസിൽ കാണുന്ന സ്ട്രക്ചറാണ് പൈലസ് എന്ന് പറയുന്നത്, ഹെയർ ലൈക്ക് ആയിട്ടുള്ള അപ്പൻഡേജ്. ഇനി ബാക്ടീരിയ പൊസസ് എ സെൽ വോൾ. അതിൽ തന്നെ നമ്മൾ ബാക്ടീരിയ എടുത്തു കഴിഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്, ഗ്രാം നെഗറ്റീവ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അപ്പം അതിൻ്റെ തന്നെ സെൽ വോള്, ഗ്രാം പോസിറ്റീവിന് ഒരു ടൈപ്പ് സെൽ വോൾ ആണുള്ളത്, ഗ്രാം നെഗറ്റീവിന് വേറൊരു ടൈപ്പ് സെൽ വോൾ ആണുള്ളത്. സോ ഇറ്റ് പൊസസ് എ സെൽ വോൾ, ആൻഡ് ദ സെൽ വോൾ ഇറ്റ് ഗീവ്സ് ദ ഫങ്ഷൻ ഓഫ് ദ സെൽ വോൾ എന്താണ്? ഇറ്റ് ഗീവ്സ് സ്ട്രെങ്ത് ആൻഡ് റിജിഡിറ്റി ടു ദ സെൽ. സെല്ലിന് റിജിഡിറ്റി കൊടുക്കുന്നത്, സ്ട്രെങ്തനിങ് കൊടുക്കുന്നത് ഒക്കെ ദാറ്റ് ഈസ് ബൈ the cell wall. And further down lies the cytoplasm. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽ വോളിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്നറിലേക്ക് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ദാറ്റ് കണ്ടെയ്ൻ സൈറ്റോപ്ലാസം. ആ സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്ത് കാണുന്ന മെംബ്രേനിയസ് ആയിട്ടുള്ള ലെയറാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഫർദർ ഡൗൺ ലൈസ് ദ സൈറ്റോപ്ലാസം ദാറ്റ് ഹെൽപ്സ് in cellular growth, and this is contained within the plasma membrane or cytoplasmic membrane. അപ്പോൾ സെൽ വോൾ കഴിഞ്ഞാൽ നമ്മൾ ലെയർ നോക്കിക്കഴിഞ്ഞാൽ സെൽ വോളിനുള്ളിൽ കാണുന്ന ലെയറാണ് സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇതിൽ ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ടുള്ള റീജിയൻ ആണ് നമ്മൾ പറയുന്ന സൈറ്റോപ്ലാസം. ഈ സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ലെയറാണ് plasma membrane അല്ലെങ്കിൽ cytoplasmic membrane. This cytoplasm that controls the cellular growth control ചെയ്യാൻ വേണ്ട enzymes, proteins അങ്ങനെയുള്ള എല്ലാം പ്രസന്റ് ആയിട്ടുള്ളതാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. This plasma membrane separates the interior content of the cell from the outside environment. The structure that separates the structure of a bacteria that separates the content of the cell from the exterior contents-ൽ നിന്ന് interior contents-ഉമായിട്ടുള്ള സെപ്പറേഷൻ ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ that is the plasma membrane or cytoplasmic membrane. And within the cytoplasm, ഇനി നമ്മൾ സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ that contain ribosome exist and plays an important role in protein synthesis. The structure that is related to protein synthesisനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് റൈബോസോം. ഇനി റൈബോസോമിൽ തന്നെ വ്യത്യാസമുണ്ട്. ബാക്ടീരിയയുടെ റൈബോസോം ഈസ് 70S ടൈപ്പ് റൈബോസോം ആണ്. ഇനി നമ്മൾ യൂകാരിയോട്സ് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കാണുന്നത് 80S ടൈപ്പ് റൈബോസോം ആണ്. ആൻഡ് ദ റൈബോസോം ഇറ്റ് ഈസ് present in the cytoplasm and they play what is the role of ribosome that is involved in protein synthesis. It is also one of the smallest component within the cell. സെല്ലിനകത്ത് കാണുന്ന ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള കമ്പോണന്റ് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ that is ribosomes. They are the most smallest component within the cell. പിന്നെ അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കിക്കേ. Some prokaryotic cells contain special structures called mesosomes. പ്രോകാരിയോട്സിൽ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ഒന്നുമില്ല. റെസ്പിറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് യൂകാരിയോട്സിൽ കാണുന്ന
സ്ട്രക്ചേഴ്സ് ഒന്നും പ്രോകാരിയോട്സിൽ ഉണ്ടാകുകയില്ല. എന്നാൽ പ്രോകാരിയോട്സിൽ കാണുന്ന സെല്ലുലാർ റെസ്പിറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോകാരിയോട്സിൽ കാണുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മീസോസോം. സോ ദ സ്ട്രക്ചർ വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ബാക്ടീരിയ ഓർ പ്രോകാരിയോട്ട് ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സെല്ലുലാർ റെസ്പിറേഷൻ. യൂകാരിയോട്സിലെ മൈറ്റോകോൺട്രിയയുടെ ഫങ്ഷൻ തരുന്ന പ്രോകാരിയോട്ടിൽ കാണുന്ന സ്ട്രക്ചർ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് രണ്ടും കൂടി പറയാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറാണ് മീസോസോംസ് എന്ന് പറയുന്നത്, വിച്ച് അസിസ്റ്റ് ഇൻ സെല്ലുലാർ റെസ്പിറേഷൻ. മോസ്റ്റ് പ്രോകാരിയോട്സ് ഓൾസോ കണ്ടെയ്ൻ പ്ലാസ്മിഡ്സ്. അടുത്ത വേറൊരു മെയിൻ ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ് പ്രോകാരിയോട്സിൽ കാണുന്ന പ്ലാസ്മിഡ്സ്, വിച്ച് കണ്ടെയ്ൻ സ്മോൾ സർക്കുലർ പീസസ് ഓഫ് DNA. പ്ലാസ്മിഡ്സ് ആർ എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയൽ. പ്രോകാരിയോട്സിൽ കാണുന്ന ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറാണ് പ്ലാസ്മിഡ്സ് എന്ന് പറയുന്നത്. ക്രോമസോം കൂടാതെ, ബാക്ടീരിയൽ ക്രോമസോം കൂടാതെ എക്സ്ട്രാ ക്രോമസോമലായിട്ട് കാണുന്ന എക്സ്ട്രാ ക്രോമസോമൽ ജനറ്റിക് മെറ്റീരിയലിനെയാണ് പ്ലാസ്മിഡ്സ് എന്ന് വിളിക്കുന്നത്, വിച്ച് കണ്ടെയ്ൻ സ്മോൾ സർക്കുലർ പീസസ് ഓഫ് DNA. അപ്പം ദ എക്സ്ട്രാ സെല്ലുലാർ സ്മോൾ പീസസ് ഓഫ് DNA വിച്ച് ഈസ് പ്രസൻറ്റ് ഇൻ ബാക്ടീരിയ ആർ കോൾഡ് ഡാഷ്, ദേ ആർ കോൾഡ് പ്ലാസ്മിഡ്സ്. ടു ഹെൽപ്പ് വിത്ത് ലോക്കോമോഷൻ ഫ്ലജല്ല ആർ പ്രസൻറ്റ്. ഇനി പ്രോകാരിയോട്സിൽ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ എന്താണ്? ദ സ്ട്രക്ചർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ലോക്കോമോഷൻ ഇൻ ബാക്ടീരിയ ദാറ്റ് ഈസ് ഫ്ലജല്ല. ഫ്ലജല്ലയാണ് അതിനെ ലോക്കോമോഷന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചർ. ദോ പൈലസ് ക്യാൻ ഓൾസോ സെർവ് ആസ് ആൻ എയ്ഡ് ഫോർ ലോക്കോമോഷൻ. കോമൺ എക്സാമ്പിൾ ഓഫ് പ്രോകാരിയോട്ടിക് ഓർഗാനിസം. ഇനി പ്രോകാരിയോട്സിന് കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ആണ് ബാക്ടീരിയ ആൻഡ് ആർക്കെ ബാക്ടീരിയ. അപ്പോൾ പ്രോകാരിയോട്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ആർക്കെ ബാക്ടീരിയ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും. ഓൾസോ ഓൾ മെമ്പേഴ്സ് ഓഫ് കിങ്ഡം മൊനേറ ആർ പ്രോകാരിയോട്സ്. വിറ്റാക്കർ പല സയൻറ്റിസ്റ്റുകൾ ഉണ്ട് പല സിസ്റ്റംസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തിരിക്കുന്നത്. അതിൽ പല രീതിയിലാണ് മൈക്രോ ഓർഗാനിസംസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. കാറൽ വോസ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് ഒരു ത്രീ ഡൊമൈൻ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തു. ഏണസ്റ്റ് ഹെക്കൽ 3 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊപ്പോസ് ചെയ്തു. എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ദാറ്റ് വാസ് പ്രൊപ്പോസ്ഡ് ബൈ R.H. വിറ്റാക്കർ. വിറ്റാക്കേഴ്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം. അതിനെ പിന്നെ മാർഗുലസ് ആൻഡ് സ്ക്വാർട്സ് എന്ന് പറയുന്ന 2 പേര് അതിനെ കുറച്ചുകൂടെ അതിനകത്ത് ജനറ്റിക്സും കൂടി ഇൻക്ലൂഡ് ചെയ്ത് അതിനെ കുറച്ചുകൂടി മോഡിഫൈ ചെയ്തു. അപ്പോൾ ഇപ്പം നമ്മൾ ഫോളോ ചെയ്യുന്ന ആ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് വിറ്റാക്കേഴ്സ് സിസ്റ്റം ദാറ്റ് വാസ് മോഡിഫൈഡ് ബൈ മാർഗുലസ് ആൻഡ് സ്ക്വാർട്സ്. അപ്പോൾ ആ വിറ്റാക്കറിൻ്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ലിവിങ് ഓർഗാനിസംസിനെ എല്ലാം 5 കിങ്ഡംസ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൽ കിങ്ഡം മൊനേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചായി, പ്ലാന്റേ, ആനിമേലിയ. ഇതാണ് ആ 5 കിങ്ഡംസ്. മൊനേറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചായി, പ്ലാന്റേ, ആനിമേലിയ. അതിൽ മൊനേറ എന്ന് പറയുന്ന ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡ്സ് prokaryotic organisms. All members of kingdom Monera are prokaryotes. അപ്പോൾ വിറ്റാക്കറിൻ്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് പ്രോകാരിയോട്ടിക് ഓർഗാനിസംസ് വരുന്ന കിങ്ഡമാണ് മൊനേറ. ബാക്കി 4 കിങ്ഡമും പ്രോട്ടിസ്റ്റ, ഫഞ്ചായി, പ്ലാന്റേ, ആനിമേലിയ ഇതിനകത്തെല്ലാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂകാരിയോട്ടിക് ഓർഗാനിസംസിനെയാണ്. അപ്പം മൊനേറ ആർ prokaryotic. Monera contains prokaryotic organisms. Then about a eukaryotic cell. The term eukaryote is derived from the Greek word eu meaning good and karyon meaning kernel. For prokaryotes, pro meaning before and it is derived from 2 words eu and carrion. Eu means
യു മീനിങ് ഗുഡ് എന്നുള്ള മീനിങ് ആണ്. ഗുഡ് ന്യൂക്ലിയസ് എന്നുള്ള അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് എന്നുള്ളതാണ് അവിടെ നിന്ന് മനസ്സിലാക്കുന്നത്. ദെയർഫോർ ട്രാൻസ്ലേറ്റിംഗ് ടു ഗുഡ് ഓർ ട്രൂ ന്യൂക്ലിയസ് ഉള്ള വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഉള്ള ഗ്രൂപ്പാണ് യൂകാരിയോട്സ് എന്ന് പറയുന്നത്. യൂകാരിയോട്സ് ആർ മോർ കോംപ്ലക്സ് ആൻഡ് മച്ച് ലാർജർ ദാൻ പ്രോകാരിയോട്സ്. കമ്പാരിറ്റീവ്ലി സിമ്പിൾ യൂണിസെല്ലുലാർ ഒക്കെ ആയിരുന്നു പ്രോകാരിയോട്സ് എന്ന് പറയുമ്പോൾ. എന്നാൽ യൂകാരിയോട്സ് അങ്ങനെയല്ല. ദേ ആർ കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ് അവർക്കുള്ളത്, ലാർജർ ദാൻ പ്രോകാരിയോട്സ് ആണ്, ആൻഡ് ദേ ഇൻക്ലൂഡ് ഓൾമോസ്റ്റ് ഓൾ ദ മേജർ കിങ്ഡംസ് എക്സെപ്റ്റ് കിങ്ഡം മൊനേറ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, കിങ്ഡം മൊനേറയ്ക്കകത്ത് മാത്രമാണ് വിറ്റാക്കറിൻ്റെ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് കിങ്ഡം മൊനേറയ്ക്കകത്ത് മാത്രമാണ് പ്രോകാരിയോട്സിനെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി വരുന്ന 4 കിങ്ഡം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് യൂകാരിയോട്ടിക് ഓർഗാനിസംസിനെയാണ്. സ്ട്രക്ചറലി യൂകാരിയോട്സ് പൊസസ് സെൽ വോൾ ഉണ്ട്, which supports and protect the plasma membrane. സെൽ വോൾ പ്രോകാരിയോട്സിലും പ്രസന്റ് ആണ്. But there is a prokaryotic organism that devoid of well defined അല്ലെങ്കിൽ സെൽ വോൾ, ദാറ്റ് ഈസ് മൈക്കോപ്ലാസ്മ. അതൊരു എക്സെപ്ഷൻ ആണ്. പ്രോകാരിയോട്സിൽ നമ്മൾ പഠിക്കുന്നതാണ്. സെൽ വോൾ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. പ്രോകാരിയോട്സിൽ വരുന്നതാണ്. അപ്പോൾ സെൽ വോൾ ഇല്ല എന്ന് നമുക്ക് പ്രോകാരിയോട്സിനെ പറയാൻ പറ്റുകയില്ല. സെൽ വോൾ ഉണ്ട്. അതുപോലെ തന്നെ യൂകാരിയോട്സിലും സെൽ വോൾ ഉണ്ട്. And they protect the plasma membrane. The cell is surrounded by the plasma membrane and it controls the entry and exit of certain substances. അപ്പോൾ സൈറ്റോപ്ലാസം ആണ്. പ്രോകാരിയോട്സിൽ കാണുന്നത് പോലെ തന്നെ യൂകാരിയോട്സിലും സെൻട്രൽ ായിട്ട് സൈറ്റോപ്ലാസം ഉണ്ട്. ആ സൈറ്റോപ്ലാസത്തിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള മെംബ്രെയിൻ ആണ് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ എന്ന് പറയുന്നത്. And in eukaryotic organism, the nucleus contains DNA, which is responsible for storing all genetic information. But well-defined nucleus ആണ് eukaryotes-നകത്തുള്ളത്, and it contains DNA. The nucleus is surrounded by nuclear membrane. Prokaryotes-ൽ ഇല്ലാത്ത ഒരിതാണ് ന്യൂക്ലിയർ മെംബ്രെയിൻ. ന്യൂക്ലിയസിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രോകാരിയോട്സിനകത്തില്ല. എന്നാൽ ഇൻ യൂകാരിയോട്സ് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആൻഡ് ദാറ്റ് ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ. അതിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ടായിരിക്കും. ഇനി വിത്തിൻ ദ ന്യൂക്ലിയസ് എക്സിസ്റ്റ് ദ ന്യൂക്ലിയോലസ്. ന്യൂക്ലിയസിനകത്തുള്ള സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേര് ദാറ്റ് ഈസ് nucleolus, and it plays a crucial role in synthesizing proteins. Eukaryotic cells also contain mitochondria, which is known as the powerhouse of the cell. മൈറ്റോകോൺട്രിയ വിളിക്കുന്ന പേരാണ്. ഇവിടെ യൂകാരിയോട്സിൽ സെല്ലുലാർ റെസ്പിറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയ. ഇതേ ഫംഗ്ഷൻ ചെയ്യുന്ന പ്രോകാരിയോട്സിൽ കാണുന്ന സ്ട്രക്ചറിൻ്റെ പേര് നമ്മൾ പഠിച്ചു. അതിനെ മീസോസോംസ് എന്നാണ് വിളിക്കുന്നത്. വിച്ച് ആർ റെസ്പോൺസിബിൾ ഫോർ ദ ക്രിയേഷൻ ഓഫ് എനർജി വിച്ച് ഈസ് ദെൻ യൂട്ടിലൈസ്ഡ് ബൈ ദ സെൽ. എനർജി ഫോർമേഷൻ ഒക്കെ നടക്കുന്നത് മൈറ്റോകോൺട്രിയയ്ക്ക് ഉള്ളിലാണ് ഇതെല്ലാം നടക്കുന്നത്. Present in only plant cells, chloroplast are the subcellular site of photosynthesis. അപ്പോൾ യൂകാരിയോട്ടിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അതിൽ പ്ലാന്റ്സിൽ മാത്രം കാണുന്ന ഫോട്ടോസിന്തസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഹെൽപ്സ് ഇൻ ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്. ഇതെല്ലാം സെൽ ഓർഗനൽസിനകത്ത് വരുന്നതാണ്. യൂകാരിയോട്സിൽ കാണുന്ന സെൽ ഓർഗനൽസ് ആണ് ഇതെല്ലാം. അതിലൊരു സെൽ ഓർഗനലാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ദിസ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്തിനു വേണ്ടിയുള്ളതാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ദ ഫംഗ്ഷൻ എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം തന്നെ 2 ടൈപ്പിലുള്ള എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഉണ്ട്. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആൻഡ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ തന്നെ റൈബോസോംസ് ഉണ്ടെങ്കിൽ അതിനെ റഫ് ER എന്ന് വിളിക്കും. റൈബോസോംസ് ആബ്സെൻ്റ് ആയിട്ടുള്ളതിനെ സ്മൂത്ത് ER എന്ന് നമ്മൾ വിളിക്കും. ദാറ്റ് പെർഫോം വേരിയസ് ഫങ്ഷൻസ്. Besides these are also other cell organelles that perform various other functions, and these include ribosomes, lysosomes, Golgi bodies, cytoplasm,
ക്രോമസോം, വാക്യൂൾസ് ആൻഡ് സെൻട്രോസോംസ്. യൂകാരിയോട്സിൽ കാണുന്ന മറ്റ് സെൽ ഓർഗനൽസ് ആണ് റൈബോസോംസ്. റൈബോസോംസ് പ്രോകാരിയോട്സിലുമുണ്ട് യൂകാരിയോട്സിലുമുണ്ട്. ഇത് രണ്ടും എന്തിനു വേണ്ടിയുള്ളതാണ്? പ്രോട്ടീൻ സിന്തസിസിന് വേണ്ടിയിട്ടുള്ള സ്ട്രക്ചറാണ് റൈബോസോം. റൈബോസോംസ് ആർ നോൺ ആസ് ദ സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ് ഓർ ദ പ്രോട്ടീൻ സിന്തറ്റിക് മെഷീനറി എന്നൊക്കെ നമുക്ക് വിളിക്കാൻ പറ്റുന്നതാണ് റൈബോസോംസിന്. അതിൽ വ്യത്യാസമുണ്ട്. പ്രോകാരിയോട്സിൽ കാണുന്ന റൈബോസോംസ് പ്രോകാരിയോട്സിലാണെങ്കിൽ അത് 70S ടൈപ്പാണ് പ്രോകാരിയോട്സിൽ. എന്നാൽ ഇവിടെ നമ്മുടെ യൂകാരിയോട്സിൽ ഇത് 80S ടൈപ്പാണ്. എസ് എന്ന് പറയുന്നത് സ്വെഡ്ബർഗ് യൂണിറ്റ്, അതാണ് എസ് എന്ന് പറയുന്നത്. പിന്നെ ലൈസോസോംസ് ഉണ്ട്, ഗോൾഗെ ബോഡീസ് ഉണ്ട്, സൈറ്റോപ്ലാസം, വാക്യൂള്, സെൻട്രോസോം, ഇതെല്ലാം യൂകാരിയോട്സിനകത്ത് പ്രസന്റ് ആണ്. ഈ പറഞ്ഞ കാര്യം റൈബോസോം ഒഴിച്ചിട്ട് ബാക്കി പറയുന്ന കാര്യങ്ങളെല്ലാം പ്രോകാരിയോട്സിൽ ആബ്സെന്റ് ആണ്. എക്സാമ്പിൾസ് ഓഫ് യൂകാരിയോട്സ് ഇൻക്ലൂഡ് ഓൾമോസ്റ്റ് എവരി unicellular organism with a nucleus and all multicellular organism. ന്യൂക്ലിയസ് ഉള്ള എല്ലാത്തിനെയും നമ്മൾ യൂകാരിയോട്സിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൾട്ടി സെല്ലുലാർ. അപ്പോൾ യൂകാരിയോട്സിനകത്ത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും ഉണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസും പ്രസന്റ് ആണ്. ഇപ്പം യൂകാരിയോട്സിനകത്ത് വരുന്ന കോമൺ ആയിട്ടുള്ള യൂകാരിയോട്ടിക് ഓർഗാനിസംസ് ആണ് ഫഞ്ചൈ, പ്രോട്ടോസോവ, ആൽഗെ. പ്രോകാരിയോട്സിൽ നമ്മൾ പറഞ്ഞു ബാക്ടീരിയ, ആർക്കെ ബാക്ടീരിയ. യൂകാരിയോട്സിൽ വരുന്ന ഒരു ഗ്രൂപ്പാണ് ഫഞ്ചൈ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫഞ്ചൈ എന്ന് നമുക്ക് നോക്കാം. യൂകാരിയോട്ടിക് ഓർഗാനിസം ആണ്, ഹെട്രോട്രോഫിക് ഓർഗാനിസം ആണ്, സാപ്രോഫൈറ്റ് ആയിട്ട്, കമൻസാലായിട്ട്, പാരസൈറ്റ് ആയിട്ടൊക്കെ കാണുന്ന ഓർഗാനിസം ആണ്. അപ്പോൾ യൂകാരിയോട്ട് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഹെട്രോട്രോപ്സ് ഓർഗാനിസംസ് തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അതായത് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ച് തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്യുന്ന ഗ്രൂപ്പുണ്ട്. അവരെ നമ്മൾ ഓട്ടോട്രോഫിക് ഓർഗാനിസംസ് എന്ന് വിളിക്കും. തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്യാതെ പ്രീ ഫോംഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസംസിനെ നമ്മൾ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് എന്ന് വിളിക്കും. അപ്പം അങ്ങനെ ഹെട്രോട്രോഫിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. ഫഞ്ചൈക്കകത്ത് ക്ലോറോഫിൽ ഇല്ല, തന്നെ ഫുഡ് സിന്തസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ദേ ആർ ഹെട്രോട്രോഫിക് ഓർഗാനിസംസ് ആണ്. അവർ സാപ്രോഫൈറ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ഡെഡ് ഓർഗാനിക് മാറ്ററിൽ കാണപ്പെടുന്നുണ്ട്. പാരസൈറ്റ് ആയിട്ട് പ്ലാന്റിലും ആനിമലിലും ഒക്കെ പാരസൈറ്റ് ആയിട്ട് ജീവിക്കുന്ന ഗ്രൂപ്പുകളുണ്ട്, കമൻസാലായിട്ട് ഗ്രൂപ്പുകളുമുണ്ട്. ഇതിൽ മോസ്റ്റ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഡെഡ് ഓർഗാനിക് മാറ്ററിലാണ് ഇത് കൂടുതലും കാണപ്പെടുന്നത്. ടെറസ്ട്രിയൽ ഫോംസ് ഉണ്ട്, അതുപോലെ തന്നെ അക്വാട്ടിക് ഫോംസും ഉണ്ട്. എന്നാൽ കൂടുതലും എങ്ങനെയുള്ള ഗ്രൂപ്പാണ്? ടെറസ്ട്രിയൽ ഫോമാണ്. അതിൽ തന്നെ ഹ്യൂമസ് സോയിലാണ് അത് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അതിന് ക്ലോറോഫിൽ ഇല്ല. ഒബ്ലിഗേറ്റ് ഗ്രൂപ്പുകളുണ്ട്, ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ആയിട്ടുള്ളതുണ്ട്, ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റ് ഉണ്ട്. പാരസൈറ്റ്സിൽ തന്നെ ഒബ്ലിഗേറ്റ് പാരസൈറ്റും ഉണ്ട്. അതുപോലെ തന്നെ സാപ്രോഫൈറ്റ്സിൽ തന്നെ ഒബ്ലിഗേറ്റ് പാരസൈറ്റ് ഉണ്ട്, ഒബ്ലിഗേറ്റ് സാപ്രോഫൈറ്റും ഉണ്ട്. പാരസൈറ്റിക് ഫഞ്ചൈയെ തന്നെ ഡിസ്ട്രക്റ്റീവ് പാരസൈറ്റ്സ് എന്നും ബാലൻസ്ഡ് പാരസൈറ്റ്സ് എന്നും നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇനി ചില ഫംഗസ് ഉണ്ട് എന്തിനോടെങ്കിലും അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്ന ചില ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഉള്ള അസോസിയേഷന് പറയുന്ന പേരാണ് സിംബയോസിസ് എന്ന് പറയുന്നത്. ഫഞ്ചൈ വേറെ ഏതെങ്കിലും ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു അസോസിയേഷൻ കൊണ്ട് ആ ഫംഗസിനും അതിനോട് അസോസിയേറ്റ് ചെയ്യുന്ന ഓർഗാനിസത്തിനും ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവും. അങ്ങനെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആ ടൈപ്പ് അസോസിയേഷന് ഒരു പേര് പറയും, ദാറ്റ് ഈസ് നോൺ ആസ് mutualism. It's a type of association or a type of symbiosis in which both members or both partners they are benefited. അങ്ങനെ രണ്ട് മെമ്പേഴ്സും ബെനിഫിറ്റഡ് ആകുന്ന ടൈപ്പ്. അതിൽ ഫഞ്ചയും അങ്ങനെ ഉള്ള പല ഇത് വരുന്നുണ്ട്. അതിൽ ഫംഗസ് അസോസിയേറ്റ് ചെയ്യുന്ന രണ്ട് എക്സാമ്പിൾസ് ആണ് മൈക്കോറൈസ, ലൈക്കൻസ്. മൈക്കോറൈസ എന്ന് പറഞ്ഞാൽ ഫംഗസും
പ്ലാന്റിൻ്റെ റൂട്ടും തമ്മിലുള്ള അസോസിയേഷനെയാണ് മൈക്കോറൈസ എന്ന് വിളിക്കുന്നത്. ഫംഗസും ആൽഗയും തമ്മിലുള്ള അസോസിയേഷനെയാണ് ലൈക്കൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഫംഗൈ പല ഫോമുകളിൽ എക്സിസ്റ്റ് ആയിട്ടുണ്ട്. പാരസൈറ്റ് ആയിട്ടും സാപ്രോഫൈറ്റ് ആയിട്ടും ഇങ്ങനെ അസോസിയേറ്റ് ചെയ്തും ഒക്കെ കാണപ്പെടുന്നുണ്ട്. ഇനി ഫംഗസിൻ്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള സെൽ വോളാണ് ഫംഗസിനുള്ളത്. മൾട്ടി ലെയേർഡ് ആണ്, റിജിഡ് ആണ്. ഫംഗസിൻ്റെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കൈറ്റിൻ. ഇനി എന്താണ് കൈറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വാട്ടർ ഇൻസോളബിൾ ഹോമോപോളിമർ ആണ്. N-അസറ്റൈൽ ഗ്ലൂക്കോസമീൻ്റെ ഒരു വാട്ടർ ഇൻസോളബിൾ ഹോമോപോളിമർ ആണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇനി ഈ കൈറ്റിൻ മൾട്ടി ലെയേർഡ് ആയിട്ടുള്ള സെൽ വോൾ ആണ് ഫംഗസിനുള്ളത്. അതിൽ തന്നെ കൈറ്റിൻ ലെയർ വരും. ആ കൈറ്റിനസ് ലെയറിന് മുകളിലായിട്ട് മന്നൻ, ഗ്ലൂക്കൻ, പിന്നെ വേറെ പോളിസാക്രൈഡ്സ്. ദേ ആർ ഇൻ അസോസിയേഷൻ വിത്ത് പോളിപെപ്റ്റൈഡ്സ്. അപ്പം കൈറ്റിൻ ഒരു ലെയർ വരും, പിന്നെ അത് കൂടാതെ ഈ പറഞ്ഞ പോളിസാക്രൈഡ്സ് പ്ലസ് പോളിപെപ്റ്റൈഡ് ആയിട്ടുള്ള ലെയർ വരുന്നുണ്ട്. ഇനി ചില ഫംഗസിൽ ഇതിന് വെളിയിലായിട്ട് സെൽ വോളിന് വെളിയിലായിട്ട് കാണപ്പെടുന്ന ഒരു ലെയറാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അങ്ങനെ ക്യാപ്സ്യൂൾ കാണപ്പെടുന്ന ഒരു ഫംഗൈക്ക് എക്സാമ്പിളാണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ഫംഗൈയിൽ തന്നെ 2 ഗ്രൂപ്പ് വരുന്നുണ്ട്. യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമുണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള മോൾഡ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമുണ്ട്. അങ്ങനെ ഒരു ഈസ്റ്റ് ആണ് ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ക്രിപ്റ്റോകോക്കോസിസ് എന്ന് പറയുന്ന ബ്രെയിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഡിസീസാണ് അതുണ്ടാക്കുന്നത്, ക്രിപ്റ്റോകോക്കസ് നിയോഫോർമൻസ്. ആ പാത്തോജനിക് ആയിട്ടുള്ള ഈസ്റ്റ് അതിൽ കാണുന്ന ഒരു സ്ട്രക്ചറാണ്. അങ്ങനെ പല ഫംഗൈയിലുമുണ്ട്, അല്ലെങ്കിൽ ഈസ്റ്റിലുമുണ്ട് ഒരു ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ദാറ്റ് പോസസ് ആൻ എക്സ്ട്രാ സെല്ലുലാർ പോളിസാക്രൈഡ്. അപ്പോൾ ക്യാപ്സ്യൂളിൻ്റെ നേച്ചർ എന്താണ്, ബേസിക് നേച്ചർ എന്താണ്, അതിൻ്റെ കെമിക്കൽ നേച്ചർ എന്താണ്? ഇറ്റ് ഈസ് എ പോളിസാക്രൈഡ്. അപ്പോൾ ക്യാപ്സ്യൂള്, സെൽ വോളിനുള്ളിൽ കാണുന്ന ലെയറാണ് പ്ലാസ്മ ലെമ്മ. Inner to the cell wall there is a membrane enclosing complex cytoplasm called cytoplasmic membrane or plasma lemma, which is composed of glycoproteins, lipids and ergosterol. Plasma lemma that surrounds the cytoplasm. Cell wall inagathayittu cytoplasmthine surround ചെയ്തിട്ട് കാണുന്ന ലെയർ. പ്ലാസ്മ ലെമ്മയുടെ കെമിക്കൽ കോമ്പോസിഷൻ, ഗ്ലൈക്കോപ്രോട്ടീൻസ്, ലിപ്പിഡ്സ്. ആൻഡ് പ്രോകാരിയോട്സിൽ നിന്ന് യൂകാരിയോട്സിലുള്ള ഒരു പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ നോക്കുമ്പോൾ ഉള്ള ഒരു ഡിഫറൻസ് ആണ് സ്റ്റിറോൾസ് ആബ്സെൻ്റ് ആണ് പ്രോകാരിയോട്സിൽ, എന്നാൽ സ്റ്റിറോൾസ് പ്രസൻ്റ് ആണ് യൂകാരിയോട്സിൽ. അപ്പം ബാക്ടീരിയയിൽ സ്റ്റിറോൾസ് ആബ്സെൻ്റ് ആയിരിക്കും, എന്നാൽ ഇവിടെ പ്രസൻ്റ് ആണ്. അതിൽ തന്നെ ഫംഗൈയിൽ കാണുന്ന സ്റ്റിറോളിന് എക്സാമ്പിളാണ് എർഗോസ്റ്റിറോൾ. പിന്നെ പ്ലാസ്മ മെംബ്രെയിൻ്റെ സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിംഗർ ആൻഡ് നിക്കോൾസൺ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് പ്രപ്പോസ് ചെയ്തിരിക്കുന്ന ഒരു അക്സെപ്റ്റഡ് മോഡലാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ദ അക്സെപ്റ്റഡ് മോഡൽ proposed by Singer and Nicholson to explain the structure of plasma membrane, fluid mosaic model. Then cytoplasm. Within the plasma lemma is a colorless cytoplasm in which sap-filled vacuole is present. Plasma membrane അകത്തായിട്ട് കളർലെസ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു സാപ്പ് ഫിൽഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സൈറ്റോപ്ലാസം എന്ന് പറയുന്നത്. ഇനി ഇതൊരു യൂകാരിയോട്ട് ആയതുകൊണ്ട് തന്നെ ഇറ്റ് ഹാവ് അറ്റ്ലീസ്റ്റ് 1 ന്യൂക്ലിയസ് സറൗണ്ടഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ. ഇപ്പം യൂകാരിയോട്ട് ആണോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് അതിനകത്ത് ഉണ്ട്, കുറഞ്ഞതൊരു ന്യൂക്ലിയസ് എങ്കിലും കാണും, ആൻഡ് ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ന്യൂക്ലിയർ മെംബ്രെയിൻ. ട്രൂ ന്യൂക്ലിയസ് ഈസ് റിച്ച് ഇൻ RNA. ന്യൂക്ലിയസിനകത്തുള്ള മെറ്റീരിയലിനെയാണ് ന്യൂക്ലിയോലസ് എന്ന് വിളിക്കുന്നത്. ട്രൂ ന്യൂക്ലിയോലസ് ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് റിച്ച് ഇൻ RNA. Immersed in cytoplasm are structures known as organelles and inclusions. ഇനി സൈറ്റോപ്ലാസത്തിനകത്ത് കാണുന്ന സ്ട്രക്ചേഴ്സ്, സൈറ്റോപ്ലാസത്തിനകത്തുള്ള 2 ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആണ് ഓർഗനൽസും
ഇൻക്ലൂഷൻസും. ഇനി എന്താണ് ഈ ഓർഗനൽസ് ആൻഡ് ഇൻക്ലൂഷൻസ്? ഓർഗനൽസ് എന്താണെന്ന് നമ്മൾ യൂക്കാരിയോട്ട് നോക്കിയപ്പോൾ നമ്മൾ പറഞ്ഞു, മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഇതെല്ലാമാണ് ഓർഗനൽസിന് എക്സാമ്പിൾ. ഓർഗനൽസ് എന്ന് പറയുമ്പോൾ ലിവിങ് സ്ട്രക്ചേഴ്സ് ആയിരിക്കും, സ്പെസിഫിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉള്ളതായിരിക്കും. എന്നാൽ ഇൻക്ലൂഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ ലിവിങ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, സ്പെസിഫിക് ആയിട്ട് നോൺ ലിവിങ് സ്ട്രക്ചറാണ് വിത്തൗട്ട് എനി സ്പെസിഫിക് ഫംഗ്ഷൻ. അതിനെയാണ് ഇൻക്ലൂഷൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ സ്ട്രക്ചറാണ്, ഒരു മോൾഡിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം, ഏറ്റവും ഔട്ടറിലായിട്ട് സെൽ വോള് കാണാം. ഇതാണ് സെൽ വോൾ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ഇന്നറായിട്ട് സെൽ മെംബ്രെയിൻ, പിന്നെ ഗോൾഗി അപ്പാരറ്റസ്, ഇതാണ് ന്യൂക്ലിയസ്. ഈ കാണുന്ന സ്ട്രക്ചറാണ് മൈറ്റോകോൺട്രിയ. ഇത് റഫ് ഇയർ. ഞാൻ പറഞ്ഞു ER 2 ടൈപ്പിലുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൽ റൈബോസോംസ് ഉള്ള ടൈപ്പാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. അത് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. നമ്മൾ ഫഞ്ചൈയുടെ ലൈഫ് സൈക്കിൾ നോക്കിക്കഴിഞ്ഞാൽ, ഫഞ്ചൈയുടെ ലൈഫ് സൈക്കിളിനകത്ത് 2 ഫേസസ് ആണുള്ളത്. ഒരു സൊമാറ്റിക് ഫേസ് അല്ലെങ്കിൽ ഒരു വെജിറ്റേറ്റീവ് ഫേസ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഫേസ്. ഈ സൊമാറ്റിക് ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് പറയുന്നത് അതിൻ്റെ താലസിനെയാണ് നമ്മൾ വിളിക്കുന്നത്. താലസ് മീൻസ് ദ ബോഡി ഓഫ് ദ ഓർഗാനിസം. അതിൻ്റെ ആ ബോഡിയെ അല്ലെങ്കിൽ താലസിനെ വിളിക്കുന്ന പേരാണ്, അല്ലെങ്കിൽ അത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ഫേസ് ആണ് സൊമാറ്റിക് ഫേസ് എന്ന് പറയുന്നത്, വിച്ച് ഈസ് ദ താലസ്. ആ താലസ് എങ്ങനെ വരാം? യൂണിസെല്ലുലാർ ആകാം, മൾട്ടി സെല്ലുലാർ ആണ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു, ഫഞ്ചൈൽ തന്നെ 2 ഗ്രൂപ്പുകളുണ്ട്, യൂണിസെല്ലുലാർ ഗ്രൂപ്പുമുണ്ട്, മൾട്ടി സെല്ലുലാർ ഗ്രൂപ്പുമുണ്ട്. അതിൽ മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഗ്രൂപ്പിനെ പറയുന്ന പേരാണ് മോൾഡ്. ഇപ്പം യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഗ്രൂപ്പിനെ ഈസ്റ്റ് എന്ന് വിളിക്കും, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഗ്രൂപ്പിനെ നമ്മൾ മോൾഡ് എന്ന് വിളിക്കും. Majority of fungi have filamentous thallus originates through germination of spore. മെജോറിറ്റി ഫഞ്ചൈലും ഉള്ളത് ഫിലമെൻറ്റസ് ആയിട്ടുള്ള മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് കൂടുതലായിട്ടുള്ളത്. ഫിലമെൻറ്റസ് ആയിട്ടുള്ള താലസ് ഉണ്ട്, അത് ഒറിജിനേറ്റ് ചെയ്യുന്നത് സ്പോർ ജെർമിനേറ്റ് ചെയ്താണ് അത് ഒറിജിനേറ്റ് ചെയ്യുന്നത്. സ്പോർ ഓൺ ജെർമിനേഷൻ പ്രൊഡ്യൂസസ് ഷോർട്ട് ട്യൂബുലാർ ഫിലമെന്റ്സ് കോൾഡ് ഹൈഫേ. അപ്പോൾ സ്പോർ ജെർമിനേറ്റ് ചെയ്താണ് ഫിലമെന്റ്സ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ആ സ്പോർ ജെർമിനേറ്റ് ചെയ്തുണ്ടാകുന്ന ഷോർട്ട് ട്യൂബുലാർ ഫിലമെന്റ്സിനെയാണ് ഹൈഫേ എന്ന് വിളിക്കുന്നത്. ഈ ഹൈഫേ എല്ലാം കൂടെ ഗ്രൂപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. ആ ഗ്രൂപ്പ് ഓഫ് ഹൈഫേ വിളിക്കുന്ന പേരാണ് മൈസീലിയം. അപ്പം ദ ഫിലമെന്റസ് സ്ട്രക്ചർ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ഫഞ്ചൈ, ഫഞ്ചൈയിൽ കാണുന്ന ഫിലമെന്റസ് ആയിട്ടുള്ള സ്ട്രക്ചറിന്റെ പേരാണ് ഹൈഫേ. അതിൻ്റെ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുന്നത്? മൈസീലിയം എന്ന് വിളിക്കുന്നത്. മൈസീലിയം ഗ്രോ ചെയ്യുന്ന മീഡിയത്തിനെ നമ്മൾ വിളിക്കുന്നത് സബ്സ്ട്രേറ്റം എന്ന് വിളിക്കും. ഇനി ഈ മൈസീലിയം തന്നെ പല തരത്തിലുള്ള മൈസീലിയം ഉണ്ട്. ഫങ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് മൈസീലിയത്തിനെ നമുക്ക് പറയാം വെജിറ്റേറ്റീവ് മൈസീലിയം, ഏരിയൽ മൈസീലിയം, റീപ്രൊഡക്റ്റീവ് മൈസീലിയം. എന്ത് റോളാണ് അവർ ചെയ്യുന്നത്, എന്ത് ഫങ്ഷനാണ് അവർക്കുള്ളത്? അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ് ക്യാരി ചെയ്യുന്ന മൈസീലിയം ഏതാണ്? vegetative mycelium. The vegetative mycelium, the role is the absorption of nutrients which grow in or on the substratum. മീഡിയത്തിനകത്ത് അല്ലെങ്കിൽ മീഡിയത്തിൻ്റെ മുകളിൽ വളരുന്ന ടൈപ്പ് മൈസീലിയമാണ് വെജിറ്റേറ്റീവ് മൈസീലിയം. അതിൻ്റെ റോൾ എന്താണെന്ന് ചോദിച്ചാൽ അബ്സോർപ്ഷൻ ഓഫ് ന്യൂട്രിയൻസ്. അടുത്തത് ഇതിൻ്റെ മേളിലേക്ക് ദാറ്റ് പ്രൊജക്ട്സ് എബവ് ദ സർഫസ് ഓഫ് ദ മൈസീലിയം, അതിനെയാണ് ഏരിയൽ മൈസീലിയം എന്ന് വിളിക്കുന്നത്. പ്രൊജക്ട്സ് എബവ് ദ സർഫസ് ഓഫ് ദ സബ്സ്ട്രേറ്റ്, സബ്സ്ട്രേറ്റിന് മുകളിലായിട്ട് വളരുന്ന ടൈപ്പ് ഏരിയൽ മൈസീലിയം. റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഫയുടെ പേരാണ് റീപ്രൊഡക്റ്റീവ് ഹൈഫേ. റീപ്രൊഡക്റ്റീവ് ഹൈഫേ 2 തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഹൈഫേ ഉണ്ട്, സ്പൊറാഞ്ചിയോഫോറും കൊണീഡിയോഫോറും. സ്പൊറാഞ്ചിയം ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ സ്പൊറാഞ്ചിയോസ്പോർ ഒരു റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ആ സ്പൊറാഞ്ചിയോസ്പോർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഫേ നമുക്ക് വിളിക്കാം സ്പൊറാഞ്ചിയോഫോർ. കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന, കൊണീഡിയ വേറൊരു തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഫേനെ നമുക്ക് വിളിക്കാം കൊണീഡിയോഫോർ. ഇനി അതിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് 2 ആയിട്ട് പറയാം, എസെപ്റ്റേറ്റും സെപ്റ്റേറ്റും. സെപ്റ്റേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹൈഫേ വരച്ചാൽ അതിനിടയിൽ ക്രോസ് വോൾസ് കാണും. ഇങ്ങനെ ക്രോസ് വോൾസ് ഉള്ള ടൈപ്പ് ഹൈഫേ ആണെങ്കിൽ അതിനെ നമുക്ക് പറയാം
സെപ്റ്റേറ്റ് ഹൈഫേ എന്ന് പറയാം. ഇനി ക്രോസ് വോൾസ് ഇല്ലാത്ത ഹൈഫേ, ക്രോസ് വോൾ ഒന്നും ഇല്ല എങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഏസെപ്റ്റേറ്റ് ഹൈഫേ. ഇതിൻ്റെ ഇടയിൽ ക്രോസ് വോൾസ് ഒന്നും കാണത്തില്ല. ഏസെപ്റ്റേറ്റ് ഹൈഫയ്ക്ക് വേറൊരു പേരും കൂടി പറയുന്നുണ്ട്, സീനോസിറ്റിക് ഹൈഫേ. സീനോസിറ്റിക് ഹൈഫേ, സീനോസിറ്റിക് ഹൈഫേ അല്ലെങ്കിൽ ഏസെപ്റ്റേറ്റ് ഹൈഫേ. ഇനി ഇതിൽ തന്നെ വെജിറ്റേറ്റീവ് മോഡിഫിക്കേഷൻസ്, ഈ ഹൈഫേ തന്നെ മോഡിഫൈ ചെയ്ത് കുറേയധികം സ്ട്രക്ചേഴ്സ് ഫംഗസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് ക്ലമൈഡോസ്പോർ. ക്ലമൈഡോസ്പോർ എന്ന് പറഞ്ഞാൽ തിക്ക് വോൾഡായിട്ട് ഹൈഫേയിൽ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ്. ഇതൊരു ഹൈഫേ ആണെന്നുണ്ടെങ്കിൽ അതേൽ ഇങ്ങനെ തിക്ക് വോൾഡായിട്ട് ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള ചില സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെയുള്ള തിക്ക് വോൾഡായിട്ട് റൗണ്ട് ഷേപ്പിൽ കാണുന്ന, ഓവൽ ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ കാണുന്ന സ്ട്രക്ചേഴ്സാണ് ക്ലമൈഡോസ്പോർസ്. ന്യൂട്രിയൻസിൻ്റെ ഇതുമായിട്ട് കൂടുതൽ ന്യൂട്രിയൻസ് കൂടുതലുള്ള സമയത്ത് അത് സ്റ്റോർ ചെയ്ത് വെക്കും ടു ടൈഡ് ഓവർ ദ അഡ്വേഴ്സ് കണ്ടീഷൻ. അങ്ങനെ ഫോം ചെയ്യുന്ന സ്ട്രക്ചറിനെയാണ് ക്ലമൈഡോസ്പോർസ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു സ്ട്രക്ചറാണ് ആർത്രോസ്പോർസ്. ആർത്രോസ്പോർസ് എന്ന് പറഞ്ഞാൽ സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയാണ്. ഇങ്ങനെ സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയാണ്. ഇങ്ങനെ സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫയിൽ ചില സമയത്ത് അഡീഷണൽ ആയിട്ട് വീണ്ടും വീണ്ടും സെപ്റ്റ ഡെവലപ്പ് ചെയ്യും. എന്നിട്ട് ഇതങ്ങ് ബ്രേക്ക് ചെയ്യും. ഈ ഓരോ ഹൈഫയും ബ്രേക്ക് ചെയ്ത് അല്ലെങ്കിൽ ഓരോ സെഗ്മെൻറ്റും ബ്രേക്ക് ചെയ്ത് ഒരു ഇൻഡിവിഡ്വൽ സ്പോറായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആർത്രോസ്പോർസ് എന്ന് വിളിക്കുന്നത്. അപ്പം ഹൈഫയിൽ തന്നെ ഉണ്ടാകുന്ന സെപ്റ്റേഷൻസ് കൊണ്ട് കൂടുതൽ സെപ്റ്റേറ്റഡ് ഹൈഫേ ഉണ്ടാകുന്നു. അത് മുറിഞ്ഞുണ്ടാകുന്ന സ്പോർസിനെയാണ് ആർത്രോസ്പോർസ് എന്ന് വിളിക്കുന്നത്. പിന്നെ അടുത്തതാണ് സ്പൈറൽ ഹൈഫേ. ചില ഹൈഫയിൽ മോഡിഫൈ ചെയ്ത് സ്പൈറൽ ഷേപ്പിൽ അത് മാറും. ഇതേപോലെ ഇങ്ങനെ സ്പൈറലായിട്ട് മാറും. അങ്ങനെ സ്പൈറൽ ഷേപ്പിൽ അല്ലെങ്കിൽ കോർക്ക് സ്ക്രൂ ലൈക്ക് ടേൺസ് ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് മൈസീലിയത്തിനെ അല്ലെങ്കിൽ ഹൈഫേ പറയുന്ന പേരാണ് സ്പൈറൽ ഹൈഫേ എന്ന് പറയുന്നത്. അടുത്ത വേറൊരു സ്ട്രക്ചറാണ് നൊഡുലാർ ഓർഗൻ. നൊഡുലാർ ഓർഗൻ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു എൻലാർജ്മെൻറ്റും കാണും. ആൻഡ് ഓൾസോ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ക്ലോസ്ലി ട്വിസ്റ്റഡ് ഹൈഫേ. Nodular organ which consists of an enlargement and consists of closely twisted hyphae. ഇതുപോലുള്ള ട്വിസ്റ്റിങ്ങും കാണും, ഒരു എൻലാർജ്മെൻറ്റും കാണും. അങ്ങനെ ഉള്ള ഹൈഫേനെയാണ് നമ്മൾ നൊഡുലാർ ഓർഗൻ എന്ന് പറയുന്നത്. അടുത്ത നെക്സ്റ്റ് സ്ട്രക്ചർ ആണ് റാക്കറ്റ് ഹൈഫേ. റാക്കറ്റ് ഹൈഫേ ഈസ് ആൻ hyphae which shows regular enlargement of one end of each segment. ഒരു ഹൈഫയുടെ ഒരു എൻഡ് എൻലാർജ് ചെയ്ത് ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഹൈഫേ ആണ് നമ്മൾ റാക്കറ്റ് ഹൈഫേ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഹൈഫേ വിച്ച് ഷോസ് റെഗുലർ എൻലാർജ്മെന്റ് ഓഫ് വൺ എൻഡ്. ഹൈഫയുടെ ഒരു എൻഡ് ഇങ്ങനെ റെഗുലർ ആയിട്ട് എൻലാർജ് ചെയ്തിട്ടുള്ള ടൈപ്പിനെയാണ് നമ്മൾ വിളിക്കുന്ന പേരാണ് റാക്കറ്റ് ഹൈഫേ. ഇതെല്ലാം ഹൈഫേയിൽ ഉണ്ടാകുന്ന മോഡിഫിക്കേഷൻസ് ആണ് ഈ പറഞ്ഞതെല്ലാം. ഹൈഫേ തന്നെ ചില സമയത്ത് മോഡിഫൈ ചെയ്ത് പുതിയ പുതിയ സ്ട്രക്ചേഴ്സ് ഡെവലപ്പ് ചെയ്യും. അടുത്തതാണ് pectinate body. Pectinate body എന്ന് പറഞ്ഞാൽ is a hyphae which shows projections on one side of the hyphae. ഹൈഫയുടെ ഒരു സൈഡിൽ ഇങ്ങനെ പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യുകയാണ്. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് യൂണിലാറ്ററലായിട്ട് വൺ സൈഡിൽ പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്ന ഹൈഫയാണ് നമ്മൾ പെക്റ്റിനേറ്റ് ബോഡി എന്ന് പറയുന്നത്. അടുത്ത ഇതാണ് ഫെവിക് ഷാൻഡിലിയർ ഹൈഫേ. ഫെവിക് ഷാൻഡിലിയർ ഹൈഫേ എന്ന് പറഞ്ഞാൽ ദ ഹൈഫേ വിച്ച് ഷോസ് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് ഓൺ വൺ എൻഡ് ഓഫ് ദ ഹൈഫേ. ഇതേപോലെ ഹൈഫയുടെ ഒരു എൻഡിൽ, മറ്റതൊരു സൈഡിലാണ്, ഇത് ഒരു എൻഡിൽ പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഫെവിക് ഷാൻഡിലിയർ ഹൈഫേ. അങ്ങനെ ഹൈഫേ തന്നെ പല രീതിയിൽ മോഡിഫൈ ചെയ്യും. ഇനി ഹൈഫേയിൽ തന്നെ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂസ് അഗ്രിഗേറ്റ് ചെയ്ത് കാണപ്പെടുന്ന അഗ്രിഗേഷൻസ് ആണ് പ്ലെക്റ്റൻ കൈമ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ പ്ലെക്റ്റൻ കൈമ ഈസ് എ ഫോൾസ് ടിഷ്യൂ ഫോംഡ് ബൈ ദ അഗ്രിഗേഷൻ ഓഫ് ദ ഹൈഫേ. അപ്പം ഹൈഫേയിൽ ടിഷ്യൂസ് അഗ്രിഗേറ്റ് ചെയ്തുണ്ടാകുന്ന സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്ലെക്റ്റൻ കൈമ. ആ പ്ലെക്റ്റൻ കൈമ തന്നെ രണ്ട് ടൈപ്പിലുണ്ട്,
പ്രോസൻ കൈമയും സ്യൂഡോ പാരൻ കൈമയും. പ്രോസൻ കൈമ എന്ന് പറഞ്ഞാൽ റൺ മോർ ഓർ ലെസ് പാരലൽ, ഇങ്ങനെ പാരലലായിട്ട് പോകുന്ന ടൈപ്പിനെയാണ് പ്രോസൻ കൈമ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഇലോങ്ങേറ്റഡ് സെൽസ്, ഇങ്ങനെ ഇലോങ്ങേറ്റഡ് ആയിട്ട് പാരലലായിട്ട് പോകുന്നതിനെയാണ് പ്രോസൻ കൈമ എന്ന് പറയുന്നത്. എന്നാൽ സ്യൂഡോ പാരൻ കൈമ എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ഓവൽ സെൽസ് വിച്ച് ബെയേഴ്സ് എ സ്ട്രൈക്കിംഗ് റിസംബ്ലൻസ് വിത്ത് ദ പാരൻ കൈമ ഓഫ് പ്ലാന്റ് സെൽസ്. ഹയർ സെൽസിൽ പ്ലാന്റ്സിൽ കാണുന്ന പാരൻ കൈമയായിട്ട് സിമിലർ ആയിട്ട് ഓവൽ ഷേപ്പിൽ, ഇതേപോലെ ഓവൽ ഷേപ്പിലൊക്കെ കാണുന്ന സ്ട്രക്ചേഴ്സിനെയാണ് സ്യൂഡോ പാരൻ കൈമ എന്ന് പറയുന്നത്. ഇതിൻ്റെ പടം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇത് ക്ലമൈഡോസ്പോറിന്, തിക്ക് വോൾഡ് ആയിട്ടുള്ള ക്ലമൈഡോസ്പോസിന് എക്സാമ്പിളാണ്. ഇത് ആർത്രോസ്പോറാണ്, അഡീഷണൽ സെപ്റ്റം ഉണ്ടായി മുറിഞ്ഞു പോകുന്ന ടൈപ്പ് കാണിച്ചിരിക്കുന്നത്. അത് സ്പൈറൽ ഹൈഫേ, അത് പെക്റ്റിനേറ്റ് ബോഡി, വൺ സൈഡിൽ പ്രൊജക്ഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതാണ് ഫെവിക് ഷാൻഡിലിയർ എന്ന് പറയുന്നത്. ഒരു എൻഡിൽ, ഇത് ഒരു സൈഡിലാണ്, ഇതൊരു എൻഡിൽ ഇങ്ങനെ പ്രൊജക്ഷൻസ് ഉണ്ടാകുന്നത്. നൊഡുലാർ ഓർഗൻ ഇതേപോലെ, റാക്കറ്റ് ഹൈഫേ, ക്ലമൈഡോസ്പോർ, ഇതെല്ലാമാണ്. പിന്നെ തന്നെ ഇതിൽ കാണുന്ന ഹൈഫയാണ് റൈസോമോർഫ്. മോഡിഫിക്കേഷൻ ആണ് തിക് സ്ട്രാൻഡ് ഓർ റൂട്ട് ലൈക്ക് അഗ്രിഗേഷൻ. റൂട്ട് ലൈക്കായിട്ട് കാണപ്പെടുന്ന ഇതേപോലെ റൂട്ട് ലൈക്കായിട്ട് കാണപ്പെടുന്ന ഒരു അഗ്രിഗേഷനെയാണ് റൈസോമോർഫ് എന്ന് വിളിക്കുന്നത്. പിന്നെ ഗ്ലോബോസ് അല്ലെങ്കിൽ ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, അതിനെയാണ് നമ്മൾ സ്ക്ലീറോഷ്യം എന്ന് പറയുന്നത്. ഇനി ഏത് ഫംഗൽ ടിഷ്യൂവിനെയും, റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്ന ഏതൊരു ഫംഗൽ ടിഷ്യൂവിനും പറയുന്ന പേരാണ് സ്ട്രൊമേറ്റ എന്ന് പറയുന്നത്. ഇനി ഫംഗസിൽ രണ്ട് ഗ്രൂപ്പുകളാണെന്ന് ഞാൻ പറഞ്ഞു. മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള മോൾഡും യൂണി സെല്ലുലാർ ആയിട്ടുള്ള ഈസ്റ്റും. നമുക്ക് ഈസ്റ്റിൻ്റെ കാര്യം നോക്കാം. ഈസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ബോഡിയേം താലസ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ താലസ് നോൺ മൈസീലിയലാണ്, മൈസീലിയം ഉണ്ടാകത്തില്ല. കൺസിസ്റ്റ് സിംഗിൾ മൈന്യൂട്ട് ഓർ സ്ഫെറിക്കൽ സെൽസ്, ഹൈലൈൻ. മൈന്യൂട്ട് ആയിട്ടുള്ള സ്ഫെറിക്കൽ ആയിട്ടുള്ള സെൽസാണ് ഈസ്റ്റ് എന്ന് പറയുന്നത്. ഹയലൈൻ ആണ്. ആൻഡ് കൺസിസ്റ്റ് ഓഫ് ടൈനി മാസ് ഓഫ് പ്രോട്ടോപ്ലാസ്റ്റ് സറൗണ്ടഡ് ബൈ സെൽ വോൾ. പ്രോട്ടോപ്ലാസ്റ്റ് ഉണ്ട്, അതിനെ ചുറ്റി സെൽ വോൾ കാണപ്പെടും. ഇതിനകത്ത് സെൽ വോൾ എന്ന് പറഞ്ഞാൽ തിൻ ഡെലിക്കേറ്റ് കൈറ്റിനസ് ആയിട്ടുള്ള സെൽ വോളാണ്. ഡെലിക്കേറ്റ് ആണ്, കൈറ്റിൻ കൊണ്ടുണ്ടാക്കിയിരിക്കുന്നതാണ്. സെല്ലുലോസ് ആബ്സെൻ്റ് ആയിരിക്കും, നോ സെല്ലുലോസ്. പ്രോട്ടോപ്ലാസ്റ്റ് കൺസിസ്റ്റ് ഓഫ് സൈറ്റോപ്ലാസം സറൗണ്ടിങ് ന്യൂക്ലിയസ്. ഇനി പ്രോട്ടോപ്ലാസ്റ്റ്, ഇപ്പോൾ പ്രോട്ടോപ്ലാസ്റ്റും ദാറ്റ് ഈസ് സറൗണ്ടഡ് ബൈ സെൽ വോൾ. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഇനി പ്രോട്ടോപ്ലാസ്റ്റിനകത്ത് എന്തുവാണെന്ന്, അല്ലെങ്കിൽ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിന് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് സൈറ്റോപ്ലാസം സറൗണ്ടിങ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസും സൈറ്റോപ്ലാസവും കൂടെ ചേരുന്നതാണ് നമ്മൾ പ്രോട്ടോപ്ലാസ്റ്റ് എന്ന് പറയുന്നത്. സൈറ്റോപ്ലാസം ഈസ് ഡിവൈഡഡ് ഇൻ ടു എക്ടോപ്ലാസം. സൈറ്റോപ്ലാസത്തിന് രണ്ട് ഭാഗങ്ങളാണുള്ളത്. ഒരു ഔട്ടർ പോർഷൻ ഉണ്ട്, അതിനെ എക്ടോപ്ലാസം എന്ന് വിളിക്കും. ഒരു ഇന്നർ പോർഷൻ ഉണ്ട്, അതിനെ എൻഡോപ്ലാസം എന്ന് വിളിക്കും. എൻഡോപ്ലാസം ഡെൻസ് ഗ്രാനുലാർ ആണ്. അതിനകത്താണ് ന്യൂക്ലിയസ് പ്രസന്റ് ആയിട്ടുള്ളത്. അപ്പം നമ്മൾ യൂക്കാരിയോട്സിനെ പറ്റിയാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ഇവിടെ എല്ലാം ഉണ്ട്. പിന്നെ ഇതിനകത്ത് ന്യൂക്ലിയസുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒത്തിരിയും സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു പോർഷൻ ഉണ്ട്. അതിനെയാണ് നമ്മൾ വാക്യൂൾ എന്ന് വിളിക്കുന്നത്. vacuole that contains a solution of volutin which is a complex material consisting of. ഇനി വൊല്യൂട്ടിൻ എന്തൊക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? that contains RNA, lipoprotein, polyphosphate. ഇനി അതിൻ്റെ ന്യൂട്രീഷൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഫഞ്ചൈൽ മൊത്തത്തിലെ ഹെറ്ററോട്രോഫിക് ആയിട്ടുള്ളതാണ്. ഇതും അതുപോലെ തന്നെ ഹെറ്ററോട്രോഫിക് ആണ്. ഇതിനകത്ത് റീപ്രൊഡക്ഷൻ, രണ്ട് തരത്തിലുള്ള റീപ്രൊഡക്ഷൻ ഫഞ്ചൈൽ കാണുന്നുണ്ട്. അത് ഈസ്റ്റിലും അതുപോലെ തന്നെയാണ്. എസെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്, സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഉണ്ട്. എന്നാൽ എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് മെയിനായിട്ടും ഈസ്റ്റിൽ കാണുന്നത്. The type of asexual reproduction seen in yeast is budding and fission. രണ്ട് ടൈപ്പ് asexual reproduction ഈസ്റ്റിൽ കാണുന്നതാണ്. ബഡ്ഡിങ്ങും ഫിഷനും ഈസ്റ്റിൽ കാണുന്ന. ഇതൊരു ഈസ്റ്റിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിനകത്ത് മൈറ്റോകോൺട്രിയ ഉണ്ട്, വാക്യൂളുണ്ട്, ബഡുണ്ട്, ന്യൂക്ലിയസ്, വാക്യുലാർ മെംബ്രെയിൻ, ഇതെല്ലാം ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും.
2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഈസ്റ്റിനകത്തുള്ളതെന്ന് ഞാൻ പറഞ്ഞു, ബഡ്ഡിങ്ങും ഫിഷനും. അതിൽ ബഡ്ഡിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതിൽ ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം, ഇതാണ് ഒരു ഈസ്റ്റ് സെല്ലിൻ്റെ പടം ഇവിടെ കാണിച്ചിരിക്കുന്നത്. ആ ഈസ്റ്റ് സെല്ലിൻ്റെ ബഡ്ഡിങ്ങിൻ്റെ സമയമാകുമ്പോൾ, റീപ്രൊഡക്ഷൻ്റെ സമയമാകുമ്പോൾ ഈസ്റ്റ് സെല്ലിൻ്റെ എൻഡിൽ ഒരു പ്രൊട്ടൂബറൻസ് ഡെവലപ്പ് ചെയ്യും. ഒരു പ്രൊട്ടൂബറൻസ് അല്ലെങ്കിൽ ഒരു ഔട്ട് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്യും. ആ ഔട്ട് ഗ്രോത്ത് പതുക്കെ പതുക്കെ വലുതാകും. ഇതേപോലെ പതുക്കെ അത് എൻലാർജ് ചെയ്യും. എന്നിട്ട് ഈ എൻലാർജ് ചെയ്ത് കഴിഞ്ഞ് അത് ബഡ് ഡെവലപ്ഡ് ആകുന്നതിനനുസരിച്ച് അതിനകത്ത് സ്ട്രക്ചേഴ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യും, ന്യൂക്ലിയസും ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യും. അതെങ്ങനെ പതുക്കെ പതുക്കെ എൻലാർജ് ചെയ്തു. ഫൈനലി ഇറ്റ് ഡിറ്റാച്ച് ഫ്രം ദ പേരന്റ് സെൽ. പേരന്റ് സെല്ലിൽ നിന്ന് ഇതങ്ങ് മുറിയും. അങ്ങനെ 2 സെല്ല് അവിടെ ഫോം ചെയ്യും. ഈ ടൈപ്പ് റീപ്രൊഡക്ഷനെയാണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. ഈസ്റ്റിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന റീപ്രൊഡക്ഷൻ ആണ് ബഡ്ഡിങ് എന്ന് പറയുന്നത്. പ്രൊട്ടൂബറൻസ് ഉണ്ടായി വലുതായി മുറിഞ്ഞു പോകും. ഇനി അടുത്ത വേറൊരു ടൈപ്പ് റീപ്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞതാണ് ബൈനറി ഫിഷൻ. അതായത് സെല്ല് 2 അങ്ങ് മുറിയും. മുറിഞ്ഞിട്ട് ഇതൊരു പുതിയ സെല്ലായിട്ട് മാറും, ഇതൊരു പുതിയ സെല്ലായിട്ട് മാറും. അതിനെയാണ് ബൈനറി ഫിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ 2 ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് ഈസ്റ്റിനകത്ത് കാണപ്പെടുന്നത്, ബഡ്ഡിങ് ആൻഡ് ഫിഷൻ. ഇനി യൂകാരിയോട്സിനകത്ത് വരുന്ന അടുത്ത ഒരു ഗ്രൂപ്പാണ് ആൽഗെ എന്ന് പറയുന്നത്. ആൽഗെ, ഫഞ്ചൈ, പ്രോട്ടോസോവ, ആൽഗെ, ഇത് 3 എണ്ണമാണ് യൂകാരിയോട്സിനകത്ത് വരുന്ന മൈക്രോ ഓർഗാനിസംസ് എന്ന് പറയുന്നത്. യൂകാരിയോട്സിൽ മൈക്രോ ഓർഗാനിസംസും ഉണ്ട്, പ്ലാന്റും ആനിമൽസും ഒക്കെ യൂകാരിയോട്ടിക് ആയിട്ടുള്ളതാണ്. അപ്പം യൂകാരിയോട്ടിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഫഞ്ചൈ, പ്രോട്ടോസോവ ആൻഡ് ആൽഗെ. അപ്പം അതിൽ ഫഞ്ചൈയുടെ ക്യാരക്ടേഴ്സ് ആണ് നമ്മൾ നോക്കിക്കഴിഞ്ഞത്. ഇനി നമുക്ക് ആൽഗയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. Algae. Specific general characteristics of algae are common to plants as well as animals. രണ്ടിലും കാണുന്ന ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. Algal cells are eukaryotic. For instance, algae can photosynthesize like plants and they possess specialized structures and cell organelles like centrioles and flagella found only in animals. അപ്പോൾ ആൽഗയിൽ പ്ലാന്റ്സിൻ്റെതായ ക്യാരക്ടേഴ്സും കുറേ ഉണ്ട്, ആനിമൽസിൻ്റെ കുറേ ക്യാരക്ടേഴ്സും ഇതിനകത്തുണ്ട്. പ്ലാന്റ്സുമായിട്ട് അതിന് സിമിലർ ആയിട്ടുള്ള ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ്സിൻ്റെ പോലെ തന്നെ ആൽഗയ്ക്കും ഫോട്ടോസിന്തസൈസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഫോട്ടോസിന്തസൈസ് ചെയ്യാൻ വേണ്ടി അതിനകത്ത് ഉള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ്, ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആൽഗയിൽ പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ സെൽ ഓർഗനൽ, സെൻട്രിയോൾസ്, ഫ്ലജല്ല, ഇതെല്ലാം ആനിമൽസിലുള്ളതെല്ലാം ഇതിനകത്തും പ്രസൻ്റ് ആണ്. സെൽ വോൾ കൺസിസ്റ്റ് ഓഫ് മന്നൻ, സെല്ലുലോസ് എക്സെട്ര. മന്നനുണ്ട്, സെല്ലുലോസ് ഉണ്ട്, ഇതെല്ലാം ആൽഗയിൽ പ്രസൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗയുടെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ആൽഗെ ആർ ഫോട്ടോസിന്തറ്റിക് ഓർഗാനിസംസ്. ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഓർഗാനിസം ആണ്. അതിനകത്ത് യൂണിസെല്ലുലാർ ആയിട്ടുള്ളതും വരുന്നുണ്ട്, മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ളതും വരുന്നുണ്ട്. ആൽഗെ ലാക്ക് എ വെൽ ഡിഫൈൻഡ് ബോഡി. So structures like root, stem or leaves are absent. പ്ലാന്റിലുള്ള പോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു ബോഡി ഒന്നും ആൽഗയിലില്ല. ദേ ആർ മൈക്രോസ്കോപ്പിക് ഓർഗാനിസംസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് റൂട്ട്, സ്റ്റെം, ലീവ്സ് ഇങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും അവിടെ ഇല്ല. ആൽഗെ ആർ ഫൗണ്ട് വേറെവർ ദർ ഈസ് അഡിക്വേറ്റ് മോയ്സ്ചർ. മോയ്സ്ചർ ഉള്ള സ്ഥലത്തെ ആൽഗെ വളരുകയുള്ളൂ. റീപ്രൊഡക്ഷൻ എസെക്ഷുവൽ ടൈപ്പ് റീപ്രൊഡക്ഷനുമുണ്ട്, സെക്ഷുവൽ ടൈപ്പ് റീപ്രൊഡക്ഷനുമുണ്ട്. എസെക്ഷുവൽ ടൈപ്പ് റീപ്രൊഡക്ഷൻ സീൻ ഇൻ ആൽഗെ. സ്പോർ ഫോർമേഷൻ. സ്പോർ ഫോർമേഷൻ ഈസ് ദ ടൈപ്പ് ഓഫ് എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇൻ ആൽഗയിൽ. ആൽഗയിൽ കാണുന്ന എസെക്ഷുവൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ അതാണ് സ്പോർ ഫോർമേഷൻ. ആൽഗെ ഫ്രീ ലിവിങ് ആണ്. ഓൾദോ സം ക്യാൻ ഫോം സിംബയോട്ടിക് റിലേഷൻഷിപ്പ്. കൂടുതലും ഫ്രീ ലിവിങ് ആണ്, എന്നാൽ സിംബയോട്ടിക് ആയിട്ടുള്ള, അങ്ങനെ സിംബയോട്ടിക് ആയിട്ടുള്ള ഒരു ആൽഗയ്ക്ക് എക്സാമ്പിൾ നമ്മൾ നേരത്തെയും പറഞ്ഞായിരുന്നു. ഈ പേര് നമ്മൾ ഫംഗസ് പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ലൈക്കൻ. ചില ഫഞ്ചൈ സിംബയോട്ടിക് അസോസിയേഷനിൽ കാണപ്പെടും. അതിനകത്ത് ആ സിംബയോട്ടിക് അസോസിയേഷനിൽ വരുന്നൊരു ഗ്രൂപ്പാണ് ആൽഗെ. അങ്ങനെ ആൽഗെ സിംബയോട്ടിക് ആയിട്ട് കാണപ്പെടുന്ന അസോസിയേഷന് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന പേരാണ് ലൈക്കൻസ്.
types of algae. There are many types of algae. However, there are some of the more prominent types. Important ആയിട്ടുള്ള ആൽഗയിലെ ഗ്രൂപ്പുകളാണ്. ഇതിലൊരെണ്ണമാണ് റെഡ് ആൽഗെ. ഇതിനെ നമ്മൾ റോഡോഫൈറ്റ എന്ന് വിളിക്കും. റോഡോഫൈറ്റ. ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്റ്റീവ് സ്പീഷീസ് ഫൗണ്ട് ഇൻ മറൈൻ ആസ് വെൽ ആസ് ഫ്രഷ് വാട്ടർ എക്കോസിസ്റ്റം. മറൈൻ സിസ്റ്റത്തിലും കാണുന്നുണ്ട്, ഫ്രഷ് വാട്ടർ സിസ്റ്റത്തിലും ഇത് കാണപ്പെടുന്നുണ്ട്. ദ പിഗ്മെന്റ് ഫൈക്കോസയാനിൻ ആൻഡ് ഫൈക്കോഎറിത്രിൻ ആർ റെസ്പോൺസിബിൾ ഫോർ ദ ക്യാരക്ടറിസ്റ്റിക് റെഡ് കളറേഷൻ ഓഫ് ദ ആൽഗെ. ഇതിനകത്ത് കാണപ്പെടുന്ന ആൽഗയിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സിന് എക്സാമ്പിൾ ആണ്. ആൽഗെ എല്ലാം പിഗ്മെന്റഡ് ആയിട്ടുള്ളതാണ്. അതിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സിന് എക്സാമ്പിൾ ആണ് ഫൈക്കോസയാനിൻ ആൻഡ് ഫൈക്കോഎറിത്രിൻ. Other pigments that provide green coloration such as chlorophyll A are present. Green color കൊടുക്കുന്ന ആൽഗയ്ക്ക് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റിന്റെ പേരാണ് chlorophyll A. However, they lack chlorophyll B or beta carotene. റെഡ് ആൽഗയിലെ chlorophyll Bയും കാണത്തില്ല, ബീറ്റാ കരോട്ടിനും കാണത്തില്ല. അടുത്തത് ഗ്രീൻ ആൽഗെ. ഇറ്റ് ഈസ് ലാർജ് informal grouping of algae having the primary photosynthetic pigment chlorophyll A and B along with the auxiliary pigments such as xanthophyll and beta carotene. ലാർജ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആൽഗയിൽ. കമ്പാരിറ്റീവ്ലി മറ്റ് ഗ്രൂപ്പുകളെക്കാളും ഇത് ലാർജ് ആണ്. ഫോട്ടോസിന്തറ്റിക് എ പിഗ്മെന്റ്സ് എ ഉണ്ട്, ബി ഉണ്ട്, അതുപോലെ തന്നെ സാന്തോഫിൽ, ബീറ്റ കരോട്ടിൻ ഒക്കെ പ്രസന്റ് ആണ്. ഹയർ ഓർഗാനിസംസ് യൂസ് green algae to conduct photosynthesis for them. Other species of green algae have a symbiotic relationship with other organisms. അപ്പോൾ ലൈക്കനകത്ത് ആൽഗയുടെ തന്നെ പല മെമ്പേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും ലൈക്കൻ അസോസിയേഷനായിട്ട് കാണപ്പെടുന്ന ഒരു ആൽഗൽ മെമ്പറാണ് ഗ്രീൻ ആൽഗെ എന്ന് പറയുന്നത്. യൂണിസെല്ലുലാർ ആയിട്ടുള്ളതും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്, കൊളോണിയൽ ഫോംസ് ഉണ്ട്, ഫ്ലജല്ലേറ്റ്സ് ഉണ്ട്. കോളനി ആയിട്ട് കാണപ്പെടുന്നതുണ്ട്, ഫ്ലജല്ല ലോക്കോമോട്ടറി ഓർഗനായിട്ട് ഉള്ളതുണ്ട്. അതാണ് കൊളോണിയൽ ഫ്ലജല്ലേറ്റ്സ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾസ്, പ്രോമിനൻറ്റ് എക്സാമ്പിൾസ് ഓഫ് ഗ്രീൻ ആൽഗെ ആണ് സ്പൈറോഗൈറ, ഇലോത്രിക്സ് ആൻഡ് വോൾവോക്സ്. ഇതെല്ലാം ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിളാണ്. അടുത്തത് ബ്ലൂ ഗ്രീൻ ആൽഗെ. Blue-green algae. In the past, blue-green algae were one of the most well-known type of algae. However, since blue-green algae are prokaryotes, they are not currently included under algae because all algae are classified as eukaryotic organism. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ടുള്ളൊരു നേരത്തെ ഒരു ഗ്രൂപ്പ് ആയിരുന്നു ബ്ലൂ ഗ്രീൻ ആൽഗെ. പക്ഷെ ബ്ലൂ ഗ്രീൻ ആൽഗെ ദേ ആർ prokaryotic organisms. അപ്പം the algae which are prokaryote, that is blue green algae. ബാക്കി വരുന്ന ആൽഗൽ മെമ്പേഴ്സ് എല്ലാം യൂകാരിയോട്സിനകത്താണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ബ്ലൂ ഗ്രീൻ ആൽഗെ or they are called cyanobacteria. They are prokaryotic organisms. Also called cyanobacteria. These organisms live in moist environment, aquatic environment, and they include dams, rivers, reservoirs, creeks, lakes, oceans. ഇതിലൊക്കെ കാണപ്പെടുന്നുണ്ട്. This class of bacteria obtains energy through the process of photosynthesis. അപ്പോൾ photosynthesisന് capable ആയിട്ടുള്ള ഗ്രൂപ്പാണ്, photosynthetic ആണ്. Ecologically, some species of blue-green algae are significant to the environment as it fixes nitrogen in the soil. blue-green algae വേറൊരു വലിയ ഒരു പ്രത്യേകതയാണ് ദേ ക്യാൻ ഫിക്സ് അറ്റ്മോസ്ഫറിക് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിൽ നൈട്രജൻ എന്ന് പറയുന്നത് വാസ്റ്റ് എമൗണ്ടിൽ കാണുന്ന ഒരു എലമെൻ്റ് ആണ്. ബട്ട് ഇത്രയും വാസ്റ്റ് എമൗണ്ടിലുള്ള നൈട്രജൻ പ്ലാന്റ്സിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു ഗ്രൂപ്പിനും അത് ആസ് സച്ച് നൈട്രജൻ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ യൂട്ടിലൈസബിൾ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന പ്രോസസ്സാണ് നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് നൈട്രജൻ ഫിക്സേഷൻ ആർ ക്യാരീഡ് ഔട്ട് ബൈ മൈക്രോ ഓർഗാനിസംസ് ആണ് അത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ നൈട്രജൻ ഫിക്സറിന്
അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസിനെ നൈട്രജൻ ഫിക്സേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ളൊരു നൈട്രജൻ ഫിക്സറിന് എക്സാമ്പിൾ ആണ് ബ്ലൂ ഗ്രീൻ ആൽഗെ. ഹെൻസ് ദീസ് ആർ കോൾഡ് നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയ. എക്സാമ്പിൾ ഓഫ് നൈട്രജൻ ഫിക്സിംഗ് ആൽഗെ എക്സാമ്പിൾ ഈസ് നോസ്റ്റോക്ക് അനാബീന, സിലിൻഡ്രോസ്പെർമം. ഇതെല്ലാം ബ്ലൂ ഗ്രീൻ ആൽഗയ്ക്ക് എക്സാമ്പിൾസ് ആണ്. ഇനി യൂകാരിയോട്സിൽ വരുന്ന അടുത്ത ഒരു ഗ്രൂപ്പാണ് പ്രോട്ടോസോവ. പ്രോട്ടോസോവ ആർ യൂണിസെല്ലുലാർ യൂകാരിയോട്ടിക് ഹെട്രോട്രോഫിക് ഓർഗാനിസംസ്. യൂണിസെല്ലുലാർ ആണ്, യൂകാരിയോട്ട് ആണ്, ഇതും ഹെട്രോട്രോഫ്സ് ആണ്. ആൽഗെ ഫോട്ടോട്രോഫ്സ് അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ആയിരുന്നു, ഇത് ഹെട്രോട്രോഫ്സ് ആണ്. ദേ ആർ എയ്തർ ഫ്രീ ലിവിങ് ഓർ പാരസൈറ്റ്സ്. ഫ്രീ ലിവിങ് ആയിട്ട് കാണപ്പെടുന്ന ഗ്രൂപ്പുകളുണ്ട്, പാരസൈറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഗ്രൂപ്പുകളുമുണ്ട്. ദേ ആർ അറൌണ്ട് 65,000 species of protozoan categorized in different group. And they lack cell wall. There are many different cell organelles that perform various tasks performed by different organs in higher animals. Example, mouth, anus, intestinal tract, etc. There are many protozoa that cause various disease in animals and humans. പാത്തോജനിക് ആയിട്ടുള്ള ഹ്യൂമൻസിലും ആനിമൽസിലും ഒക്കെ ഡിസീസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവൻ ഗ്രൂപ്പുകൾ ഒത്തിരിയുണ്ട്. അങ്ങനെ പാത്തോജനിക് ആയിട്ടുള്ള പ്രോട്ടോസോവൻസിന് എക്സാമ്പിൾ ആണ് മലേറിയൽ പാരസൈറ്റ്, ട്രിപ്പാനോസോമ, സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്നത്, ട്രൈക്കോമോണിയാസിസ് കോസ് ചെയ്യുന്നത് മലേറിയൽ പാരസൈറ്റ് ആണ്. പ്ലാസ്മോഡിയം എന്ന് പറയുന്നത്, പ്ലാസ്മോഡിയം വൈവാക്സ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് മലേറിയ കോസ് ചെയ്യുന്ന ഒരു പ്രോട്ടോസോവയാണ് പ്ലാസ്മോഡിയം. സ്ലീപ്പിംഗ് സിക്നസ് കോസ് ചെയ്യുന്ന ഒരു പ്രോട്ടോസോവയ്ക്ക് എക്സാമ്പിൾ ആണ് ട്രിപ്പാനോസോമ. ട്രൈക്കോമോണിയാസിസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് കോസ് ചെയ്യുന്ന പ്രോട്ടോസോവയ്ക്ക് എക്സാമ്പിൾ ആണ് ട്രൈക്കോമോണാസ്. Protozoa have many stages in their life cycle. Some of the stages of the life cycle are infectious. The cyst, പ്രോട്ടോസോവയുടെ വേറൊരു മെയിൻ ഫീച്ചർ ആണ് സിസ്റ്റ് ഫോർമേഷൻ. സിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡോർമൻ്റ് ആയിട്ട് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. ദ ട്രോഫോസോയിഡ് സ്റ്റേജ് ഈസ് റീപ്രൊഡക്റ്റീവ് ആൻഡ് കോസസ് ഡിസീസ്. സിസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഡോർമൻ റെസിസ്റ്റൻറ്റ് സ്റ്റേജ് ആണ്. എന്നാൽ ട്രോഫോസോയിഡ് സ്റ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിനെയാണ് ട്രോഫോസോയിഡ് സ്റ്റേജ് എന്ന് വിളിക്കുന്നത്. ഫ്രീ ലിവിങ് ആയിട്ടുള്ളതാണ്, എന്നാൽ ചിലത് പാരസൈറ്റിക് ആയിട്ട് പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെ കാണപ്പെടുന്നുണ്ട്. കൂടുതലും എയ്റോബിക് ആണ്, ഓക്സിജൻ വേണ്ട ഗ്രൂപ്പുകളാണ്. ഓക്സിജൻ വേണ്ട ഗ്രൂപ്പിനെയാണ് നമ്മൾ എയ്റോബിക് എന്ന് വിളിക്കുന്നത്. ജനറൽ ക്യാരക്ടേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹാബിറ്റാറ്റ് അക്വാട്ടിക് എൻവയോൺമെന്റിൽ കാണുന്നുണ്ട്, അതായത് ഫ്രഷ് വാട്ടർ സിസ്റ്റത്തിലും ഉണ്ട്, സീ വാട്ടറിൽ ഓഷ്യൻസിൽ കാണപ്പെടുന്നുണ്ട്. സം ആർ അനെയ്റോബിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട്. കൂടുതലും എയ്റോബിക് ആണെന്ന് നമ്മൾ പറഞ്ഞു, എന്നാൽ അനെയ്റോബിക് ആയിട്ടുള്ള ഗ്രൂപ്പുകളുണ്ട് റൂമൻസിൽ. അങ്ങനെയുള്ള അനെയ്റോബിക് ആയിട്ടുള്ള ഗ്രൂപ്പുകൾ കാണുന്നതാണ് റൂമൻസിലും ഹ്യൂമൻ ഇൻഡസ്റ്റൈനിലും ഒക്കെ അത് പ്രസന്റ് ആണ്. അനെയ്റോബിക് പ്രോട്ടോസോവ എവിടെയാണ് കാണപ്പെടുന്നത്? റൂമൻസിൽ, ഇൻഡസ്റ്റൈനിലൊക്കെ. Some of the species are found in extreme environment. ഒത്തിരിയും എക്സ്ട്രീം കണ്ടീഷൻസിൽ, ഭയങ്കര ചൂടുള്ള സ്ഥലങ്ങളിൽ, അങ്ങനെയുള്ള എൻവയോൺമെൻറ്റിൽ കാണപ്പെടുന്നുണ്ട്. സം ഓഫ് ദം ഫോം റെസ്റ്റിംഗ് സിസ്റ്റ് ടു ഓവർകം ഡ്രൈ സിസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞൊരു സ്റ്റേജ് ഉണ്ടെന്ന് പറഞ്ഞു. ഡ്രൈ എൻവയോൺമെൻറ്റ് കണ്ടീഷൻസ് അതിന് പെർസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഫോം ചെയ്യുന്ന സ്ട്രക്ചറാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്ന ഫോമുണ്ട്. സെല്ലുലാർ സ്ട്രക്ചർ, അതിൻ്റെ സ്ട്രക്ചറിനകത്ത് യൂണിസെല്ലുലാർ ആണ്, യൂകാരിയോട്ടിക് സെല്ലാണ്. മെറ്റബോളിക് ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ സം സ്പെഷ്യലൈസ്ഡ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ്. സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സ് അതിനകത്ത് പ്രസന്റ് ആണ്. ഇന്റേണൽ ആയിട്ടുള്ള സെൽ ഓർഗനൽസ്, അങ്ങനെയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് പ്രസന്റ് ഉണ്ട്. ദേ ഹാവ് വൺ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ്. മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഇതിനകത്ത് പ്രസന്റ് ആണ്. ന്യൂക്ലിയസ് ഡിഫ്യൂസ്ഡ് അപ്പിയറൻസ് ഡ്യൂ ടു സ്കാറ്റേർഡ് ക്രൊമാറ്റിൻ. ദ വെസിക്കുലാർ ന്യൂക്ലിയസ് കണ്ടെയ്ൻ എ സെൻട്രൽ ബോഡി കോൾഡ് എൻഡോസോം ഓർ ന്യൂക്ലിയോലൈ. ന്യൂക്ലിയസിനകത്ത് വെസിക്കുലാർ ആണ് ന്യൂക്ലിയസ്,
അതിനകത്ത് കാണുന്ന സ്ട്രക്ചറാണ് എൻഡോസോം അല്ലെങ്കിൽ ന്യൂക്ലിയോളായി. ന്യൂക്ലിയോളായി എന്ന് പറഞ്ഞാൽ ഓഫ് എപ്പി കോംപ്ലക്സ, അത് പ്രോട്ടോസോവയിലെ ഒരു ഗ്രൂപ്പാണ്. അതിനകത്ത് DNA ആണ്. വെറാസ് അമീബോയിഡ്സ് ലാക്ക് DNA ഇൻ ദെയർ എൻഡോസോം. DNA ഇല്ലാത്ത ഗ്രൂപ്പുകളുമുണ്ട്, DNA ഉള്ള ഗ്രൂപ്പുകളുമുണ്ട്. അങ്ങനെ ന്യൂക്ലിയോളസിനകത്ത് DNA ഉള്ള ഗ്രൂപ്പിനെയാണ് എപ്പി കോംപ്ലക്സ എന്ന് പറയുന്നത്. സീലിയേറ്റ്സ് ഹാവ് മൈക്രോന്യൂക്ലിയസ് ആൻഡ് മാക്രോന്യൂക്ലിയസ്. ചില ഗ്രൂപ്പിനകത്ത് മൈക്രോന്യൂക്ലിയസും ഉണ്ടായിരിക്കും, മാക്രോന്യൂക്ലിയസും പ്രസന്റ് ആയിരിക്കും. പ്ലാസ്മ മെംബ്രെയിൻ, ഇതിനകത്ത് കാണുന്ന അടുത്ത സ്ട്രക്ചറാണ് പ്ലാസ്മ മെംബ്രെയിൻ ദാറ്റ് എൻക്ലോസ് ദ സൈറ്റോപ്ലാസം ആൻഡ് അതർ ലോക്കോമോട്ടറി പ്രൊജക്ഷൻസ് ലൈക്ക് ഫ്ലജല്ല, സ്യൂഡോപോഡിയ ആൻഡ് സീലിയ. ഇതിനകത്ത് പല തരത്തിലുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് പ്രോട്ടോസോവയിൽ പ്രസന്റ് ആണ്. ഫ്ലജല്ല ഉള്ള ഗ്രൂപ്പുകളുണ്ട്, സ്യൂഡോപോഡിയ ഉള്ള ഗ്രൂപ്പുകളുണ്ട്, സീലിയ ഉള്ള ഗ്രൂപ്പുകളുണ്ട്. അത് സൈറ്റോപ്ലാസത്തിന് ചുറ്റുമാണ്, സൈറ്റോപ്ലാസത്തിന് ചുറ്റും സൈറ്റോപ്ലാസ്മിക് മെംബ്രെയിൻ, അതേ നിന്നാണ് ഈ ലോക്കോമോട്ടറി പ്രൊജക്ഷൻസ് ഓർഗൻസ് എല്ലാം അറൈസ് ചെയ്യുന്നത്. സം ഓഫ് ദ ജനറ ഹാവ് എ മെംബ്രേനിയസ് എൻവലപ്പ് കോൾഡ് പെല്ലിക്കിൾ. ചില ഇതിനകത്ത് ഒരു മെംബ്രേനിയസ് ആയിട്ടുള്ള എൻവലപ്പ് കാണും, അതിനെയാണ് പെല്ലിക്കിൾ എന്ന് വിളിക്കുന്നത്. വിച്ച് ഗീവ്സ് എ ഡെഫിനിറ്റ് ഷേപ്പ്, പ്രോട്ടോസോവയ്ക്ക് ഡെഫിനിറ്റ് ഷേപ്പ് കൊടുക്കുന്ന സ്ട്രക്ചർ, that is pellicle. In some of the protosovans, epibiotic bacteria attach to the pellicle by their fimbriae. ചില പ്രോട്ടോസോവയില് എപ്പിബയോട്ടിക് ആയിട്ടുള്ള ബാക്ടീരിയ അറ്റാച്ച് ചെയ്യും. The cytoplasm is differentiated into, ഈ സൈറ്റോപ്ലാസം നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഔട്ടർ എക്ടോപ്ലാസവും കാണും, ഇന്നർ എൻഡോപ്ലാസവും കാണും. എക്ടോപ്ലാസം ഈസ് ട്രാൻസ്പെയറൻറ്റ്, എക്ടോപ്ലാസം ട്രാൻസ്പെയറൻ്റ് ആണ്. എൻഡോപ്ലാസത്തിനകത്താണ് സെൽ ഓർഗനൽസ് എല്ലാം പ്രസന്റ് ആയിട്ടുള്ളത്. സം ഓഫ് ദ പ്രോട്ടോസോവ ഹാവ് സൈറ്റോസോം ഫോർ ഇൻജസ്റ്റിംഗ് ഫുഡ്. പ്രോട്ടോസോവയിൽ കാണുന്ന ഫുഡ് ഇൻജസ്റ്റ് ചെയ്യാൻ വേണ്ട സ്ട്രക്ചറിന് എക്സാമ്പിൾ ഏതാണ്? സൈറ്റോസോം. ദ സ്ട്രക്ചർ ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് ഫോർ ദ ഇൻജഷൻ ഓഫ് ഫുഡ് ഇൻ പ്രോട്ടോസോവ, സൈറ്റോസോം. ഫുഡ് വാക്യൂൾസ് ആർ പ്രസന്റ് where ingested food comes. Ciliates have a gullet, a body cavity which opens outside. Cilia locomotory organ ആയിട്ടുള്ള ഗ്രൂപ്പുകളാണ് സീലിയേറ്റ്സ് എന്ന് പറയുന്നത്. ഈ സീലിയേറ്റ്സിനകത്ത് ഒരു ഗള്ളറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ കാണും. The central vacuole is present for osmoregulation. ഓസ്മോറെഗുലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രോട്ടോസോവയിൽ കാണുന്ന സ്ട്രക്ചർ ആണ് സെൻട്രൽ വാക്യൂൾ. ദാറ്റ് റിമൂവ് എക്സസ് വാട്ടർ ഒക്കെ പുറത്ത് കളയാൻ ഉള്ള പ്രോസസ്സാണ് ഓസ്മോറെഗുലേഷൻ. അതിന് റിലേറ്റ് ചെയ്തിട്ടുള്ള സ്ട്രക്ചറാണ് വാക്യൂൾ. മെംബ്രെയിൻ ബൗണ്ട് സെൽ ഓർഗനൽസ് ലൈക്ക് മൈറ്റോകോൺട്രിയ, ഗോൾഗെ ബോഡി, ലൈസോസോംസ്, ഇങ്ങനെയുള്ള മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് എല്ലാം, അത് യൂക്കാരിയോട്സ് ഏതാണോ അതിനകത്തെല്ലാം മെംബ്രെയിൻ ബൗണ്ട് ആയിട്ടുള്ള ഓർഗനൽസ് പ്രസന്റ് ആണ്. ഇനി പ്രോട്ടോസോവയിലെ ന്യൂട്രീഷൻ, പ്രോട്ടോസോവ ഹെട്രോട്രോഫിക് ആണ് ആൻഡ് ഹാവ് ഹോളോസോയിക് ന്യൂട്രീഷൻ. ദേ ഇൻജസ്റ്റ് ദെയർ ഫുഡ് ബൈ ഫാഗോസൈറ്റോസിസ്. പ്രോട്ടോസോവയിൽ കാണുന്ന ഒരു ഇതാണ് ഫാഗോസൈറ്റോസിസ്. സം ഓഫ് ദ പ്രോട്ടോസോവ ഹാവ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് സൈറ്റോസോം. പ്രോട്ടോസോവയിൽ കാണുന്ന ഫാഗോസൈറ്റോസിസിന് ഹെൽപ്പ് ചെയ്യുന്ന സ്ട്രക്ചറാണ് സൈറ്റോസോം. The pseudopodia of amoeboids help in catching the prey. അപ്പോൾ ഈ പ്രോട്ടോസോവയെ തന്നെ പല ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിയേറ്റ്സ്, ഫ്ലജല്ലേറ്റ്സ്, പിന്നെ അമീബോയിഡ്സ്. അമീബോയിഡ്സിലാണ് സ്യൂഡോപോഡിയ പ്രസന്റ് ആയിട്ടുള്ളത്. സ്യൂഡോപോഡിയ മീൻസ് ഫോൾസ് ഫീറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ കാണുന്ന ഗ്രൂപ്പാണ് അമീബോയിഡ്. അതിനകത്ത് ഈ സ്യൂഡോപോഡിയ ദാറ്റ് ഹെൽപ്പ് ഇൻ ക്യാച്ചിങ് ദ പ്രേ. തൗസൻഡ്സ് ഓഫ് സീലിയ പ്രസന്റ് ഇൻ സീലിയേറ്റ്സ് ഡ്രൈവ് ദ ഫുഡ് ലാഡൻ വാട്ടർ ഇൻ ടു ദ ഗള്ളേറ്റ്. എന്നാൽ സീലിയേറ്റ്സിലാണെങ്കിൽ സീലിയാണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. ദ ഇൻജസ്റ്റഡ് ഫുഡ് comes to the food vacuole and gets acted on by lysosomal enzyme. എങ്ങനെയാണ് ഇതിനകത്ത് ന്യൂട്രീഷൻ നടക്കുന്നതെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പിന്നെ സ്യൂഡോപോഡിയയിലാണെങ്കിൽ സ്യൂഡോപോഡിയ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സീലിയേറ്റ്സിലാണെങ്കിൽ സീലിയ ഹെൽപ്പ് ചെയ്യും. ദേ ഡ്രൈവ് ദ ഫുഡ് ലാഡൻ വാട്ടർ ഗള്ളറ്റിനകത്തോട്ട് കൊണ്ടുവരും. അങ്ങനെ
ഇൻജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ് വാക്യൂളിലെത്തുന്നു. അവിടെ അത് പല തരത്തിലുള്ള എൻസൈംസ് അതിനെ അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ അത് ഡൈജസ്റ്റഡ് ആയിട്ട് മാറുന്നു. ദ ഡൈജസ്റ്റഡ് ഫുഡ് ഗെറ്റ്സ് ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദ സെൽ. അങ്ങനെ സെല്ല് മുഴുവൻ അത് ഫുഡ് ഡിസ്ട്രിബ്യൂട്ടഡ് ആകും, ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്. ലോക്കോമോഷൻ, പല ടൈപ്പിലുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് അവർക്കുണ്ടെന്ന് പറഞ്ഞു, പല സ്ട്രക്ചേഴ്സ് അവർക്കുണ്ട് ദാറ്റ് ഹെൽപ്സ് ഫോർ ലോക്കോമോഷൻ. ഫ്ലജല്ല, സീലിയ, സ്യൂഡോപോഡിയ ഇതെല്ലാം അതിന് എക്സാമ്പിളാണ്. Sporozoa which do not have any locomotory structure have subpellicular microtubules which help in the slow movement. എന്നാൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, സ്പോറോസോവ എന്ന് പറയുന്ന ഗ്രൂപ്പ്. അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ലോക്കോമോട്ടറി ഓർഗൻസ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. സബ് ഫെല്ലിക്കുലാർ മൈക്രോ ട്യൂബ്യൂൾസ് ആണ് അവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. പ്രോട്ടോസോവയുടെ ലൈഫ് സൈക്കിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ പ്രോട്ടോസോവ ഓൾട്ടർനേറ്റ്സ് ബിറ്റ്വീൻ, അതിനകത്ത് 2 സ്റ്റേജ് ആണുള്ളത്. ഒരു ഡോർമെന്റ് സിസ്റ്റ് സ്റ്റേജും കാണും, ഒരു പ്രോളിഫറേറ്റിംഗ് വെജിറ്റേറ്റീവ്. അപ്പോൾ ഇതിൻ്റെ ലൈഫ് സൈക്കിളിൽ റീപ്രൊഡക്റ്റീവ് സ്റ്റേജിൽ 2 സ്റ്റേജസ് ആണ്, സിസ്റ്റ് സ്റ്റേജും വെജിറ്റേറ്റീവ് സ്റ്റേജും. എക്സാമ്പിൾ ആ പ്രോളിഫറേറ്റിംഗ് സിസ്റ്റ് സ്റ്റേജിന് എക്സാമ്പിൾ ആണ് ട്രോഫോസോയിറ്റ് ഫോർമേഷൻ ഒക്കെ വരുന്നത്. സിസ്റ്റ് സ്റ്റേജ് ക്യാൻ സർവൈവ് ഹാർഷ് കണ്ടീഷൻ വിത്തൗട്ട് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ്. ഇറ്റ് ക്യാൻ റിമെയിൻ ഔട്ട്സൈഡ് ദ ഹോസ്റ്റ് ഫോർ എ ലോങ്ങർ ഡ്യൂറേഷൻ ആൻഡ് ഗെറ്റ് ട്രാൻസ്മിറ്റഡ്. അല്ലെ, ആ സിസ്റ്റിൻ്റെ പ്രത്യേകത അതാണ്. ഹാർഷ് ഡ്രൈ കണ്ടീഷൻസിനകത്തൊക്കെ ഡ്രൈ കണ്ടീഷൻസ് ഒക്കെ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യും. ഹോസ്റ്റിന് പുറത്തായിരിക്കും അത് റിമെയിൻ ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് റിമെയിൻസ് ഔട്ട്സൈഡ് ഫോർ എ ലോങ് ടൈം. എന്നാൽ ട്രോഫോസൈറ്റ് സ്റ്റേജ് ആണ് അതിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഫീഡ് ആൻഡ് മൾട്ടിപ്ലൈ ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. അതിൻ്റെ ഇൻഫെക്ഷ്യസ് സ്റ്റേജ് ഈസ് ദ ട്രോഫോസൈറ്റ് സ്റ്റേജ്. മൾട്ടിപ്ലൈ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ഈ സ്റ്റേജിലാണത് മൾട്ടിപ്ലൈ ചെയ്യുകയും എല്ലാം ചെയ്യുന്നത്.